സിനിമയിൽ ഒരു പ്രേക്ഷകൻ അനുഭവിച്ച എല്ലാ അപ്സ് ആൻഡ് ഡൗൺസും ഒരു റോളർ കോസ്റ്റർ റൈഡും ഞാൻ അനുഭവിച്ചു. അപ്പൊ ആ സമയത്ത് എന്നെ സെൽഫ് ക്രിട്ടിസൈസ് ചെയ്യുന്നതിലുപരി ആ സിനിമയെ ആസ് എ ഹോൾ കാണാനാണ് ഞാൻ ശ്രമിച്ചത് മൊത്തത്തില്. അതിപ്പോ രാജുവേട്ടന്റെ പെർഫോമൻസ് ആയാലും എല്ലാവരുടെയും പെർഫോമൻസ് നോക്കിക്കാണുന്നത് ഞാനൊരു സിനിമയെ ആസ് എ ഹോൾ എന്നുള്ള രീതിയിലാണ് ഞാൻ കാണാൻ ശ്രമിച്ചത്. അവനൊരു വ്യക്തിയാക്കിയ കുറെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവല്ലോ. അവനൊരു കാമുകി ഉണ്ടായിരുന്നു, അവൻ്റെ കാമുകിയുമായിട്ടുള്ള അവൻ ഉള്ള സംവാദങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ ഇമാജിനേറ്റ് ചെയ്ത് ഞാൻ എൻ്റെ ഒരു ബുക്കിൽ എഴുതി വെക്കുകയായിരുന്നു. ഇവിടെ നാട്ടിലെത്തി പന്തിരങ്കാവ് കണ്ടപ്പോൾ കിട്ടിയൊരു സന്തോഷമുണ്ട്. കുറെ കേരളത്തില് ഓരോ തെങ്ങും ഫുള്ള് പച്ചപ്പും കുറച്ച് വെള്ളവും ഒക്കെ കണ്ടപ്പോൾ ആ ഒരു സമയത്ത് കിട്ടിയ നമുക്ക് നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു കുറെ ഉഷ്ണം മാറി മറിഞ്ഞ് കുറച്ച് തണുപ്പ് ഉള്ളിലേക്ക് കയറി തണുത്ത കാറ്റടിച്ച പോലെയൊക്കെയാണ് ആ ഒരു വ്യൂ. എന്താ പറയുക, ഞങ്ങൾ ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കരഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഗ്ലിസറിനിട്ട് വരുത്തിയ കണ്ണുനീരല്ല അത് ഞങ്ങള് ശരിക്കും കരഞ്ഞ കണ്ണുനീരാണ്. അന്ന് ഉച്ച മുതൽ പിറ്റേ ദിവസം രാത്രി വരെ ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെയൊക്കെ നിന്നു. അപ്പോൾ ആ ഒരു ദാഹവും ആ വിശപ്പും കൊണ്ടാണ് ഞാൻ ആ പാച്ച് മൊത്തം ഡബ് ചെയ്ത് തീർത്തത്. ഒരു സ്ത്രീ എങ്ങനെയായിരിക്കും ഇപ്പോൾ 108 നുറുങ്ങുന്ന വേദനയോട് കൂടിയാണ് ഒരു സ്ത്രീ പ്രസവിക്കുക എന്നൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പൊ അതുപോലുള്ള വേദന എങ്ങനെയായിരിക്കും എന്നൊക്കെ ചിന്തിച്ചിട്ട് അതുപോലുള്ള വേദന നമ്മൾ അനുഭവിക്കാൻ ശ്രമിക്കുകയാണല്ലോ ചെയ്യുന്നത് ഉള്ളിൽ കൂടെ. അതാണല്ലോ പുറത്തു കൂടെ നമ്മൾ നമ്മുടെ ആക്ടിങ് ടൂളായിട്ട് ഞങ്ങളുടെ ബോഡി ഒരു ടൂളായിട്ട് പുറത്തേക്ക് പോകുന്നത്. എന്നോട് എണീച്ച് തീർക്കാൻ പറഞ്ഞു. എണീച്ച് നിന്നിട്ട് ഷർട്ട് അഴിക്കാൻ പറഞ്ഞു, ഷർട്ട് അഴിച്ചു. പാൻറ് അഴിക്കാൻ പറഞ്ഞു, പാൻറ് അഴിച്ചു. ഞാൻ എൻ്റെ ബ്രീഫ്സ് അഴിക്കാൻ പറഞ്ഞു. അഴിക്കാൻ വേണ്ടി ഞാൻ പോയ സമയത്ത് മതി. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഇവിടെ നിങ്ങൾ ഇങ്ങനെയായിരിക്കും കാണുക. മൊഴികളിൽ പറയാതെ മിഴികളിൽ നിറയുന്ന മധുരമാം നിന്നേത്ത മൗനം, മൊഴികളിൽ പറയാതെ മിഴികളിൽ നിറയുന്ന മധുരമാം നിന്നേത്ത മൗനം. ഈ സിനിമ കഴിയുമ്പോൾ നിന്നെ എല്ലാവരും തിരിച്ചറിയും. ആടുജീവിതം സിനിമയിലേക്ക് എത്തുമ്പോൾ ഗോകുൽ എന്ന 17കാരനോട് ബ്ലസ്സി എന്ന സംവിധായകൻ പറഞ്ഞ വാക്കുകളാണിത്. ആ ഒരു വാക്ക് കേട്ട് ആത്മവിശ്വാസത്തോടെ തൻ്റെ പഠനവും അവസരങ്ങളും ഒക്കെ വേണ്ടെന്ന് വെച്ച് ഇറങ്ങിത്തിരിക്കുകയായിരുന്നു. ഇപ്പം 6 വർഷത്തിന് ശേഷം ആടുജീവിതത്തിൻ്റെ കൂടെ ആയിരുന്നു. സിനിമ ഇറങ്ങി, ബ്ലസ്സി പറഞ്ഞ വാക്കുകൾ യാഥാർത്ഥ്യമാവുന്നു, എല്ലാവരും പുകഴ്ത്തിപ്പാടുന്നു. എന്താണ് ഗോകുലിൻ്റെ ഒരു അവസ്ഥ ഇപ്പോൾ? എൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്, നമ്മൾ 6 വർഷങ്ങളായിട്ട് ഈ സിനിമയുടെ കൂടെ ഉണ്ട്. സിനിമയുടെ ആദ്യത്തെ ഷോട്ട്, ആദ്യത്തെ ഷെഡ്യൂൾ മുതൽ ഇപ്പോൾ 2022 അവസാനത്തെ ഷെഡ്യൂൾ എടുത്തപ്പോൾ മുതൽ വരെ ഞാൻ ഈ ഒരു സിനിമയുടെ കൂടെ ഉണ്ട്. ഇപ്പോൾ പ്രൊമോഷനുകളായിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടും. അപ്പോൾ ഈ ഒരു കാലഘട്ടങ്ങളിൽ എനിക്ക് കിട്ടിയ കുറേ അറിവുകളുണ്ട്, കുറേ നല്ല നല്ല വേർഡ്സൊക്കെ ഉണ്ട്. ഇപ്പോൾ ബ്ലസ്സി സാർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഓരോ അംഗീകാരങ്ങളും എൻ്റെ തലയ്ക്കടിക്കുന്ന ഒരു ആണി പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഓരോ പുരസ്കാരങ്ങളും എന്താ വെച്ചാൽ അദ്ദേഹം ഉത്തരവാദിത്വം, പിന്നെ നമ്മളതിൽ ലൈറ്റ് ആവുക എന്നുള്ളൊരു കാര്യം കൂടി ഉണ്ട്. അതായത് നമ്മളതിലൊരു അഹംഭാവം എന്നുള്ള രീതിയിൽ ഉണ്ടാവാതിരിക്കുക, എപ്പോഴും വിനയത്തോടെ ഇരിക്കുക എന്നൊക്കെ ഉള്ളൊരു, അതായത് നമ്മൾ എങ്ങനെയാണോ അതുപോലെ തന്നെ ബിഹേവ് ചെയ്യുക എന്നുള്ളൊരു കാര്യം ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ആ സമയത്ത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇതിൻ്റെ തുടർച്ച പോലെ ഇപ്പോൾ നമ്മളെ ലൈഫ് എന്നൊരു ഫ്ലോ അല്ലേ, ഒരു ഫ്ലോ പോലെയല്ലോ, ലെറ്റ് ബി, എങ്ങനെയാണോ അത് അങ്ങനെ തന്നെ വരട്ടെ. അങ്ങനെ ഒരു രീതിയിൽ വിശ്വസിക്കുന്ന ഒരാളാണ്, പ്രസൻറ്റിൽ ജീവിക്കുന്ന ഒരാളാണ്. ആടുജീവിതം ചർച്ച ചെയ്യപ്പെടുമ്പം അതിലെ ഒപ്പം തന്നെ ചർച്ച ചെയ്യപ്പെട്ട ഒരു കഥാപാത്രമാണ് ഹക്കീം. അതിലേക്കാണല്ലോ എത്തുന്നത്. അപ്പം ഈ സിനിമ ഇത്രയും കാലത്തെ അധ്വാനവും പരിശ്രമവും ഒക്കെ കഴിഞ്ഞ് സ്ക്രീനിൽ കണ്ടപ്പോഴുണ്ടായൊരു, ഞാൻ ആക്ച്വലി മൊത്തം ഫൈനൽ പ്രൊഡക്റ്റ് ആദ്യമായിട്ട് കാണുന്നത് ഓഡിയൻസിൻ്റെ കൂടെ വനിതയിൽ വെച്ചിട്ട് ആ ഒരു ഷോനാണ്. ഫസ്റ്റ് ഷോ
അതിന് മുന്നേ എന്നെ പ്രിവ്യൂ കാണാൻ വേണ്ടി വിളിച്ചപ്പോഴും ഞാൻ പറഞ്ഞു എനിക്ക് ഓഡിയൻസിന്റെ കൂടെ കാണണമെന്നാണ്. അത് കാരണം അവര് അനുഭവിക്കുന്ന ഒരു ഫീലിങ്സ് ഉണ്ടാവില്ല, ഒരു അപ്പ് ആൻഡ് ഡൗൺസ് ആ സിനിമ കാണുമ്പോൾ എനിക്കും ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ അത് ഞാനൊരു സിനിഫൈലാണ്, ഇതിന് മുന്നേ സിനിഫൈലാണ്, അത് സിനിമകളെ കൂടുതൽ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ്, സിനിമകൾ കുറേ കാണുന്ന വ്യക്തിയാണ്. അപ്പോൾ പ്രേക്ഷകർ ഓഡിയൻസിന് എന്താണ് ഫീൽ ചെയ്യുന്നത് പോലെ ഞാൻ ഫീൽ ചെയ്തൊരു വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് അതുപോലെ തന്നെ ഫീൽ ചെയ്യണം എന്നുള്ളൊരു നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ സ്ക്രീനിൽ ഹക്കീമിനെ കണ്ടപ്പോൾ ആദ്യമൊക്കെ ഞാൻ ആദ്യത്തെ കുറച്ച് സീനുകളിൽ ഞാൻ എന്താണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണ് ഞാൻ നോക്കിയത്. പിന്നെ അത് പോയി, ഞാൻ നജീബിൻ്റെ ഒരു കഥയിൽ കൂടെ ഞാൻ ഒഴുകിപ്പോയി, അതിലേക്ക് കയറി. ഞാനൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഹുക്ക് ചെയ്തു തന്നെ ആ സിനിമ കയറി ഞാൻ ആ നജീബിക്കയുടെ കഥയിലേക്ക് ഇങ്ങനെ ഇഴുകിച്ചേരുക ചെയ്തത്. ആ ഒരു ഫ്ലോയിലാണ് പോയത്. ഇപ്പം നജീബിക്കയുടെ കൂട്ടുകാരൻ ഹക്കീമിനെയാണ് ഞാൻ കണ്ടത്. അത് ഞാൻ അഭിനയിച്ചൊരു കഥാപാത്രം എന്നുള്ളതിലുപരി ഞാനൊരു പ്രേക്ഷകനെ പോലെ നജീബിക്കയുടെ കൂട്ടുകാരനായിട്ടുള്ള ഒരു അനിയനായിട്ടുള്ള ഹക്കീമിനെ കാണാൻ ഞാൻ ശ്രമിച്ചത് കൂടുതലും. സിനിമ കാണുമ്പോഴും നമുക്ക് തുടക്ക ഭാഗത്തെ ആദ്യ ഭാഗത്തിനേക്കാളും പിന്നീട് ആ മരുഭൂമിയായിട്ട് വരുന്ന ഭാഗത്താണ് ശരിക്കും ഗോകുലിൻ്റെ ഒരു അഭിനയ സാധ്യത കണ്ടതും മികച്ചതായിട്ട് തോന്നിയിട്ടുള്ളൂ. എനിക്ക് പൃഥ്വിരാജിനെ അങ്ങനെ തന്നെയാണ് തോന്നി ആദ്യ ഭാഗത്തിനേക്കാൾ. അതുപോലെ ഗോകുലിന് സിനിമ സ്ക്രീനിൽ കണ്ടപ്പോൾ അതാണ് ഞാൻ ചോദിച്ചത്, എന്താണ് തോന്നിയെന്നുള്ളത്. ഓരോ മൊമെൻറ്റും കാണുമ്പം അല്ലെങ്കിൽ ഈ മൊമെൻ്റ് എനിക്ക് ഒന്നുകൂടെ നന്നാക്കായിരുന്നു, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട വളരെ അല്ലെങ്കിൽ സ്വയം തോന്നുമല്ലോ അയ്യോ ഞാനിതിൽ മികച്ചതായി എന്നുള്ള, അങ്ങനെ തോന്നിയിട്ടുള്ളത് ഏതൊക്കെ മൊമെൻറ്റുകളാണെന്ന്. ഇപ്പോൾ ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ ഇതിനു മുന്നേ സിനിമ കാണുന്നതിന് മുന്നേ എക്സ്പെക്ട് ചെയ്തത് ഈ സിനിമ കാണുമ്പോൾ നമ്മൾ ആ ഷൂട്ട് ചെയ്ത സമയത്തുള്ള കുറേ ഓർമ്മകൾ എൻ്റെ മനസ്സിലേക്ക് വരും, അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ എൻ്റെ മനസ്സിലേക്ക് വരുമെന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നത്. പക്ഷേ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ആ സിനിമയുടെ ഫ്ലോയിൽ അങ്ങോട്ട് കയറിപ്പോയി. ആ സിനിമയിൽ ഒരു പ്രേക്ഷകൻ അനുഭവിച്ച എല്ലാ അപ്സ് ആൻഡ് ഡൗൺസും ഒരു റോളർ കോസ്റ്റർ റൈഡും ഞാൻ അനുഭവിച്ചു. അപ്പോൾ ആ സമയത്ത് എന്നെ സെൽഫ് ക്രിട്ടിസൈസ് ചെയ്യുന്നതിലുപരി ആ സിനിമയെ ആസ് എ ഹോൾ കാണാനാണ് ഞാൻ ശ്രമിച്ചത് മൊത്തത്തിൽ. അതിപ്പോൾ രാജുവേട്ടൻ്റെ പെർഫോമൻസ് ആയാലും എല്ലാവരുടെയും പെർഫോമൻസ് നോക്കിക്കാണുന്നത് ഞാനൊരു സിനിമയെ ആസ് എ ഹോൾ എന്നുള്ള രീതിയിലാണ് ഞാൻ കാണാൻ ശ്രമിച്ചത്. കാരണം ഞാൻ പാച്ച് വർക്കൊക്കെ ചെയ്ത് ഡബ്ബിങ്ങിൻ്റെ പാച്ച് വർക്ക് ചെയ്ത സമയത്ത് അതിന് ശേഷം ഞാൻ ആദ്യമായിട്ട് സിനിമ ഫൈനൽ പ്രൊഡക്റ്റ് കാണുന്നത് മ്യൂസിക്കൊക്കെ വെച്ചിട്ട് റഹ്മാൻ സാറിൻ്റെ മാജിക്കൊക്കെ കയറിയിട്ട് ഞാൻ കാണുന്നത് ആദ്യമായിട്ട് ഈ ഒരു തിയേറ്റർ. അപ്പോൾ ആ തിയേറ്റർ എക്സ്പീരിയൻസ് എന്താണെന്ന് അറിയാനും അങ്ങനെ ഒരു രീതിയിൽ എൻ്റെ തോട്ട് പ്രോസസ്സ് എൻ്റെ ചിന്തകൾ അപ്പോൾ പോയത്. പുസ്തകം വായിച്ച എല്ലാവർക്കും നജീബിനെ പോലെ തന്നെ സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള ഒരു കഥാപാത്രമാണ് ഹക്കീം. ഗോകുലിൻ്റെ ഹക്കീമിലേക്കുള്ള യാത്ര എങ്ങനെയായിരുന്നു? ആദ്യം ഈ പറഞ്ഞ പോലെ ഓഡീഷന് പോയി കിട്ടി. അതിനുശേഷം ഇപ്പോൾ സാറ് തന്ന കുറേ ഇൻഫർമേഷൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ എൻ്റെ ഒരു ചിരി ഉണ്ട് എന്നാണ് സാറ് പറഞ്ഞത്. ആ ചിരി അവിടെ ആ ഫസ്റ്റത്തെ ഷെഡ്യൂൾ മൊത്തം വേണം, അതിൻ്റെ എന്തൊരു നിഷ്കളങ്കമായ ചിരി എന്നാണ് സാർ അതിനെ വിശേഷിപ്പിച്ചത്. അപ്പം അത് അവൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ്, അവൻ ആ പുതിയൊരു ലോകത്തെത്തിയ ഒരു മായിക ലോകത്തെത്തി ആലിസ് ഇൻ വണ്ടർലാൻഡ് ഒക്കെ പോലെ ആ എക്സൈറ്റ്മെന്റ് മുഖത്തുണ്ടായിരുന്നു. ആ എക്സൈറ്റ്മെന്റ് ഓൾറെഡി കാരണം ഗോകുലും അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത്. അപ്പോൾ അപ്പോൾ പേഴ്സണലി അത്രയും അടുത്ത് നിൽക്കുന്ന ഒരു ക്യാരക്ടറായിട്ടാക്കി ഹക്കീം എന്ന് തോന്നിയത്. കാരണം ഞാനും മലബാറുകാരനാണ്, ഹക്കീമും മലബാറുകാരനാണ്. നമ്മൾ ചിലപ്പോൾ പോയ സാഹചര്യങ്ങളൊക്കെ ഏകദേശം ഒരുപോലെ ആയിരിക്കും. ഞാൻ ഞാനുമായിട്ടുള്ള കുറേ സിമിലാരിറ്റീസ് ആദ്യം കണ്ടെത്താൻ വേണ്ടി ശ്രമിച്ചു. എന്നിട്ട് അവൻ്റെ കുറേ ബാക്ക് സ്റ്റോറികൾ ഞാൻ എഴുതി. അവനെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള അവനൊരു വ്യക്തിയാക്കിയ കുറേ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവല്ലോ. അവനൊരു കാമുകി ഉണ്ടായിരുന്നു, അവൻ്റെ കാമുകിയുമായിട്ടുള്ള അവൻ ഉള്ള സംവാദങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ ഇമാജിനേറ്റ് ചെയ്ത് ഞാൻ എൻ്റെ ഒരു ബുക്കിൽ എഴുതി വെക്കുകയായിരുന്നു. അങ്ങനെ അവൻ ആ സമയത്ത് കണ്ട സിനിമകൾ, അവനൊരു സിനിമാ പ്രേമിയാണ് എന്നെ പോലെ. അപ്പം അവൻ ആ സമയത്ത് കണ്ട സിനിമകൾ, അവൻ ആ സമയത്ത് കേട്ട പാട്ടുകൾ, പിന്നെ എനിക്ക് ഇത് പറ്റിയത് ഞാൻ ബാത്റൂമിൽ നിന്ന് വീണിട്ടാണ്, പക്ഷെ ഹക്കീമിനത് സൈക്കിളിൽ നിന്ന് വീണിട്ടാണ് പറ്റിയത്. അങ്ങനെയുള്ള കുറേ സിമിലാരിറ്റീസ് ഉണ്ടല്ലോ നമ്മുടെ ക്യാരക്ടറും ഹക്കീമിൻ്റെ ക്യാരക്ടറും തമ്മിലുള്ള കുറേ സിമിലാരിറ്റീസ്. അതിനെ ആദ്യം ഒന്ന് നോക്കിക്കാണാണ് ഞാനത് ചെയ്തത്. അതിനുശേഷം നമ്മൾ ബ്ലസ്സി സാറ് പറഞ്ഞു തരുന്ന പോലെയും ബ്ലസ്സി സാർക്കൊരു വിഷൻ ഉണ്ട് ഹക്കീം എന്ന കഥാപാത്രം എങ്ങനെ വേണമെന്നുള്ളത് കൃത്യമായി ആറ്റിൽ നമ്മളങ്ങനെ പറയില്ല, അളന്ന് കറക്റ്റ് കൃത്യമായിട്ട് പ്രിസൈസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ബ്ലസ്സി സാർക്ക് ഉണ്ടായിരുന്നു. അത് ഇൻപുട്ടായിട്ട് എടുത്ത് എൻ്റെതായിട്ടുള്ള രീതിയിൽ ഞാൻ ക്രിയേറ്റീവ് കോൺട്രിബ്യൂഷൻ നടത്തി എൻ്റെ ഇപ്പോൾ ജീവിതത്തിലുള്ള ചെറിയ ചെറിയ അനുഭവങ്ങളിൽ നിന്നും ഊർജ്ജം ഉൾക്കൊണ്ടിട്ടാണ് അതിലുള്ള കുറേ മാനറിസങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ 3 വർഷങ്ങൾക്ക് ഇപ്പുറമുള്ള ഹക്കീമിനെ ഞാൻ പോർട്രേ ചെയ്തത്. അതിന് വേണ്ടി അപ്പോൾ ഞാൻ വൈകുന്നേരങ്ങൾ ഓടാൻ പോകും, മസിലൊക്കെ കുറയ്ക്കാനും ഷ്രിങ്ക് ചെയ്യാനും വേണ്ടിയിട്ടൊക്കെ.
ആ സമയത്ത് നമ്മൾ വെള്ളം കുടിക്കാതെ ഓടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ദാഹം, ഒരു ഫീലിംഗ് ഉണ്ടല്ലോ. ആ ഫീലിംഗ് ഞാൻ അപ്പോൾ ഒബ്സർവ് ചെയ്യും, ഞാൻ എൻ്റെ രീതിയിൽ ഒബ്സർവ് ചെയ്യും. ഒരു ഇമോഷണൽ മെമ്മറി പോലെ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അതേ സംഭവം നമ്മൾ മരുഭൂമിയിൽ എത്തിയപ്പോൾ അത് അവിടെ അപ്ലൈ ചെയ്യാന്നുള്ളത് നമ്മളൊരു വശം ഒരു കാര്യം അനുഭവിച്ചു കഴിഞ്ഞാൽ അത് എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരു ഇമോഷണൽ മെമ്മറി ആയിട്ട് കിടക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പം അത് അപ്ലൈ ചെയ്യുന്നുണ്ട് അവർക്ക്. മരുഭൂമിയിലുള്ള ആ ഒരു ഷൂട്ടും ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അതെങ്ങനെയായിരുന്നു? ഇടയിൽ കോവിഡ് വരുന്നു. മരുഭൂമിയെ പറ്റി എക്സ്പീരിയൻസ് പറയുന്നത് ഞാനൊരു 5-6 മാസം മരുഭൂമിയിലുണ്ടായിരുന്നു. ഈ കോവിഡിന്റെ സമയത്ത് ഇപ്പോൾ നിങ്ങൾ ആ സിനിമയിൽ കണ്ടിട്ടുണ്ടാവും, മരുഭൂമിയിൽ നിന്നും പച്ചപ്പിലേക്കുള്ള ഒരു കുറേ മാറ്റങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ല. അപ്പോൾ ആ കോവിഡിന്റെ സമയത്ത് 2 മാസം അവിടെ കിടന്നിട്ട് ഇവിടെ നാട്ടിലെത്തി പന്തിരങ്കാവ് കണ്ടപ്പോൾ കിട്ടിയൊരു സന്തോഷമുണ്ട്. കുറെ കേരളത്തില് ഓരോ തെങ്ങും പച്ചപ്പും കുറച്ച് വെള്ളവും ഒക്കെ കണ്ടപ്പോൾ ആ ഒരു സമയത്ത് കിട്ടിയ നമുക്ക് നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു കുറെ ഉഷ്ണം മാറി മറിഞ്ഞ് കുറച്ച് തണുപ്പ് ഉള്ളിലേക്ക് കയറി, തണുത്ത കാറ്റടിച്ച പോലെയൊക്കെയാണ് ആ ഒരു വ്യൂ. അത് നമ്മൾ ആ സമയത്ത് ക്വാറന്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് KSRTCയിലാണ് എറണാകുളത്ത് നിന്ന് എയർപോർട്ടിൽ നിന്ന് കോഴിക്കോട് വരെ വന്നത്. അപ്പോൾ ആ KSRTCയിൽ ഇരുന്നുകൊണ്ടാണ് ഓരോ കാഴ്ചകളൊക്കെ അന്ന് കണ്ടത്. ആ ഒരു മരുഭൂമിയുടെ ഒരു ഉഷ്ണവും ചൂടും, ആ ഒരു മഞ്ഞ നിറം, മരുഭൂമിയുടെ ഒരു മഞ്ഞ ഷെയ്ഡ് ഉണ്ടല്ലോ, ആ ഷെയ്ഡ് മാറി ഇവിടെ പച്ച ഷെയ്ഡിലേക്ക് എത്തിയപ്പോൾ നമ്മളെ കണ്ണിന് തന്നെ ഒരു കുളിർമ ഉണ്ടായിരുന്നു. നമ്മള് കണ്ടീഷൻഡ് ആണല്ലോ. ഞാനൊക്കെ 11 വർഷം പ്രവാസിയായിരുന്നു, ഒമാനിലായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു ഫീൽ ഉണ്ട്. വർഷത്തിൽ നമ്മൾ വരുമ്പോഴേ ഫ്ലൈറ്റ് ഇങ്ങനെ ഇറങ്ങുമ്പം താഴേക്ക് നോക്കുമ്പോൾ പച്ചപ്പ് കാണുമ്പോൾ അപ്പം വേഗം റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും അല്ലേ ഹക്കീമിന്റെ നജീബിന്റെ. അവരും ആ ഒരു പച്ചപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിനായിരുന്നു അവരും ആ സിനിമയിൽ ചെയ്തത്. അവര് ജീവിതത്തിലും ആ പച്ചപ്പ് കാണാനുള്ള അവരുടെ ഒരു ഹോപ്പാണ്, ആ കുളിർമ അവർക്ക് ഏൽക്കാനുള്ള അവരുടെ, അത് നാടിന്റെ ആവട്ടെ, സ്വന്തം ബന്ധുക്കളുടെ കുടുംബക്കാരുടെ ആവട്ടെ, സ്വന്തം പ്രിയപ്പെട്ടവരുടെ ആവട്ടെ, അതിൻ്റെയൊക്കെ ഒരു എന്താ പറയുക കുളിർമ ഏൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹോപ്പിന് വേണ്ടിയിട്ടാണല്ലോ അവര് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത്. ബെന്യാമിന്റെ ആടുജീവിതം, ബ്ലസ്സിയുടെ ആടുജീവിതം, പിന്നെ നജീബിന്റെ ആടുജീവിതം, ഇങ്ങനെ 3 ആടുജീവിതങ്ങളാണ്. ഈ 3 ആടുജീവിതങ്ങളെയും കൂട്ടിച്ചേർത്തിട്ട് അതിലേക്ക് എത്താനുള്ള ഗോകുലിന്റെ ഒരു ശ്രമം എന്തായിരുന്നു? ഇപ്പോ നജീബിക്കയുടെ കുറെ അനുഭവങ്ങള്, അത് നജീബിക്കയുടെ കയ്യിൽ നിന്ന് ഞാൻ നേരിട്ട് കേട്ടിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് നജീബിക്കയെ കാണുന്ന ഓഡിയോ ലോഞ്ചിന്റെ അന്നാണ്. അത് ശരി. അതിന് അതുവരെ കാണണ്ട എന്നുള്ള തീരുമാനത്തിൽ തന്നെയായിരുന്നു. കാരണം നമ്മൾ ഒരാളെ നോക്കി കോപ്പി ചെയ്യുന്നതിനേക്കാൾ നമ്മൾ കുറെ അനുഭവിച്ചിട്ട് അതേ സിമിലാരിറ്റീസ് സംഭവങ്ങളാണോ നജീബിക്കും അനുഭവിച്ചത് എന്ന് അറിയാനുള്ളൊരു ചോദ്യങ്ങളായിരുന്നു ആ സമയത്തൊക്കെ ചോദിച്ചത്. അപ്പൊ അങ്ങനെ ഇപ്പൊ നമ്മുടെ നാട്ടിലൊരു മധുവേട്ടനുണ്ട്. മധുവേട്ടൻ ഇതേപോലെ ആ ഒരു 90കളിൽ പുറം രാജ്യത്ത് പോയി ഇതേപോലെ സമാനമായൊരു ജീവിതം ജീവിച്ച ഒരാളാണ്. ആളിപ്പോ ഡ്രൈവറാണ്. അപ്പൊ ഞാൻ ആളെയൊക്കെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. ആള് ഞാൻ പോയി കണ്ടപ്പോഴും ആൾക്കുണ്ടായ കുറെ എന്താ ആ കാലത്തെ പറ്റി ഓർമ്മിക്കുമ്പോൾ ആൾക്കുണ്ടായ ഒരു ഇമോഷൻ ഉണ്ട്. നമ്മൾ അങ്ങനെയല്ല, നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ നമുക്ക് എന്താ ഇമോഷൻ. ഞാനിപ്പോൾ ഒരു കാര്യം ചേച്ചിനോട് പറയുമ്പോൾ ചേച്ചിക്ക് എന്നെ പറയുന്ന ഇമോഷനാണല്ലോ പിച്ചിങ് ആവുന്നത്. അതേ ഇമോഷൻ ആള് പറയുന്ന ഇമോഷൻ എന്താണെന്ന് ഞാൻ ക്യാച്ച് ചെയ്യാൻ നോക്കി. ആ സമയത്ത് അദ്ദേഹം അനുഭവിച്ച ആ ഒരു ഇമോഷനാണ് ഞാൻ ഒരു ഇതിലേക്ക് പോർട്രേ ചെയ്യാൻ നോക്കിയത്. പിന്നെ ഓഫ് കോഴ്സ് ഈ നോവലിലും ഓരോ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ഒരു സീൻ ഉണ്ടല്ലോ, മരണപ്പെടുന്ന സീനിൻ്റെ ഒക്കെ സമയത്ത്. ആ സമയത്ത് ആടുജീവിതം നോവലിൽ നിന്നും സാറ് എഴുതിയ സ്ക്രിപ്റ്റിൽ നിന്നും അതിൽ 2ൽ നിന്നും നോക്കി അതിൽ നിന്നെല്ലാം ഓരോ ഇൻഫോസൊക്കെ എടുത്ത്, പിന്നെ എൻ്റെതായിട്ടുള്ള ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ജീവിതത്തിൽ നിന്നുള്ള ചെറിയ ചെറിയ അനുഭവങ്ങളിൽ നിന്നുള്ള കുറച്ച് കോൺട്രിബ്യൂഷൻസും. ഇപ്പം അപസ്മാരം പിടിക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെറുതാകുമ്പോൾ കുട്ടിയാകുമ്പോൾ അസംബ്ലിയിൽ നിൽക്കുമ്പോൾ ഒരു കുട്ടി തല ഇറങ്ങി ഇതുപോലെ അപസ്മാരം പിടിച്ച് നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ഹോണ്ടിങ് മെമ്മറിയാണ് എനിക്ക്. അതുപോലെ ഞാൻ കുതിരവട്ടത്ത് NSSന്റെ വർക്കിന്, നാഷണൽ സർവീസ് സ്കീമിൻ്റെ വർക്കിന് വേണ്ടി പോയപ്പോൾ അവിടെ ഒരു സെല്ലിൻ്റെ ഉള്ളിൽ അവിടെ അങ്ങനെ നോക്കിയപ്പോൾ അവിടെ ആളുകൾ ഇങ്ങനെ ചെറിയ പല്ല് കടിക്കുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റം, ഒരു ചേഷ്ടകൾ ഞാൻ അപ്പോൾ അന്ന് കണ്ടിട്ട് എനിക്ക് പേടിച്ചു പോയ ഒരാളാണ് ഞാൻ. അപ്പോൾ അത് ആ ഹക്കീമിന് ആ സമയത്ത് അങ്ങനെ ഒരു മൈൻഡിലൊരു ഉന്മാദത്തിൻ്റെ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടാവും എന്നുള്ളൊരു ഒരു ഇമാജിനേഷൻ, അതിൽ നമ്മുടേതായിട്ടുള്ള ക്രിയേറ്റീവ് കോൺട്രിബ്യൂഷൻസ് ഇട്ടു. പിന്നെ ബ്ലസ്സി സാർ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും തന്ന ഓരോ ഇൻപുട്ടുകളുമാണ് എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളത്. സംവിധായകൻ പറഞ്ഞു തരുന്ന പോലെ തന്നെ അതേപോലെ അഭിനയിച്ചതാണോ അതോ ഗോകുലിൻ്റെതായിട്ടുള്ളൊരു ശ്രമങ്ങൾ അതിൽ വേറെ ഉണ്ടായിരുന്നു? അത് ബ്ലസ്സി സാറ് പറഞ്ഞു തരും നമുക്ക് ഓരോ കൃത്യമായിട്ട്. ആള് ഞാനിപ്പോൾ ഓരോ ഷോട്ട് എടുക്കുന്നതിന് മുന്നേ എന്താ ഞാൻ യൂഷ്വലി ചോദിക്കാറുണ്ട്, സാർ എന്താണ് ഈ ഷോട്ട് എടുക്കുന്നത് ചോദിക്കും. സാർ അത് കൃത്യമായിട്ട് എന്താന്നുള്ള രീതിയിൽ പറഞ്ഞു തരും.
പിന്നെ അത് നമ്മുടേതായിട്ടുള്ള രീതിയിൽ അവതരിപ്പിക്കുക എന്നുള്ളതല്ല ഒരു നടൻ ചെയ്യേണ്ടത്. അതായത് എൻ്റെ ഒരു ഇതിൽ ആശാരിയുടെ ഉളിയാണ് നടൻ എന്നുള്ളത്. ആശാരി ഡയറക്ടറും ഉളി എന്ന് പറയുന്ന നടൻ, ആള് ആ ഉളി വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു മനോഹരമായിട്ടുള്ളൊരു ശില്പമായിരിക്കും എന്നെ സംബന്ധിച്ച് ഞാൻ പറയുന്ന സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ ബ്ലസ്സി സാർ എന്നുള്ള ആശാരി എൻ്റെ ഉളിയായ എന്നെ ഉപയോഗിച്ചിട്ട് രാജുവേട്ടനും എല്ലാവരും ആക്ടേഴ്സിനെയൊക്കെ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയൊരു നല്ലൊരു ശില്പം ആണ് ഇപ്പോൾ ആടുജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ആ ഉളിക്ക് എത്രത്തോളം മൂർച്ച ഉണ്ടെന്നുള്ളതിനെ എന്താ പറയുക അനുസരിച്ചിരിക്കുമല്ലോ അത് ആ ശില്പം എത്രത്തോളം നന്നാക്കാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ അതിനുള്ള മൂർച്ച കൂട്ടിക്കൊണ്ടിരുന്നു ബ്ലസ്സി സാറ് എപ്പോഴും ആ ഒരു ആക്ടേഴ്സിന്റെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും പ്രശംസിച്ച ഒരു മുഹൂർത്തം ഓർമ്മയുണ്ടോ? അത് എനിക്ക് പറയുകയാണെങ്കിൽ എൻ്റെ അവസാന സീനുകൾ തന്നെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പ്രശംസ കിട്ടിയിട്ടുള്ളത്. കാരണം ആ സമയത്ത് എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞത് നിനക്ക് വേറെ എന്തോ ഒരു മുഖമായിരുന്നു, നിനക്ക് എന്തോ വേറെ ഏതോ ആളെ പോലെ എല്ലാവർക്കും തോന്നി. അപ്പോൾ അതുപോലെയുള്ള ഒരു മാനറിസങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ ചെയ്തു. ബ്ലസ്സി സാർക്കും ഉണ്ടായിരുന്നു പേ പിടിച്ച പോലെയൊക്കെ വേണമെന്നൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത്. അപ്പോൾ അങ്ങനെയുള്ള രീതിയിലുള്ള കുറേ റിസർച്ചുകളും കാര്യങ്ങളൊക്കെ നോക്കി അതുപോലുള്ള രീതിയിലാണ് ഞാൻ അതിനെ വർക്ക് ചെയ്തത്. ആരോടും മിണ്ടാതെ 3 ദിവസം എടുത്തിട്ട് സീൻ ഷൂട്ട് ചെയ്തത്. 3 ദിവസം സെറ്റിലൊന്നും ആരോടും മിണ്ടാതെ തമാശകൾ പറയാതെ ആ ഒരു മൂഡിൽ അതിങ്ങനെ എലവേറ്റ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ള രീതിയിലായിരുന്നു ആ ഒരു 3 ദിവസം ഞാൻ തള്ളി നീക്കിയത്. അപ്പോൾ അത് കഴിഞ്ഞ് ആ സീൻ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എല്ലാവരും തന്നൊരു അപ്രീസിയേഷൻ ഉണ്ട്, ഒരു അപ്ലോസ് ഉണ്ട്. അത് എന്താ പറയുക, അതാണ് ശരിക്കും ഒരു നടൻ എന്ന രീതിയിൽ ഇനിയും കുറേ ഉയരങ്ങളിലേക്ക് എത്തുമോ എന്നുള്ളൊരു മൊറാൽ ബൂസ്റ്റ് എനിക്ക് തോന്നുന്നു. കാരണം കൈയടിക്കുന്ന ആരൊക്കെയാണെന്നുള്ളതും കൂടി ആലോചിച്ചാണ് സെറ്റിൽ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മൊമെന്റ് പറയുന്നത് നിങ്ങൾ രണ്ടുപേരും 3 വർഷത്തിന് ശേഷം കാണുന്ന ഒരു ആകെ 1 മിനിറ്റോ മറ്റോ ഉള്ള ഒരു കാഴ്ചയാണ്. അതിനുള്ളിൽ എല്ലാം കൂടെ പറഞ്ഞു തീർക്കുകയാണ് എന്തൊക്കെയോ പറയാനുള്ളത്. ആ സമയത്ത് നമ്മൾ ആ സീൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോയ സമയത്തൊക്കെ ഞാനും രാജുവേട്ടനും കൂടി ആ സീൻ ചെയ്യുമ്പോൾ ഞങ്ങൾ തമ്മിൽ എന്തോ ഒരു അതെങ്ങനെയാ പറയേണ്ടത് പെട്ടെന്ന് ശരിയായിരുന്നു അത് ഞങ്ങള് എന്താ പറയാ, ഞങ്ങള് ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കരഞ്ഞിട്ടുണ്ട്. ഞങ്ങള് ഗ്ലിസറിനിട്ട് വരുത്തിയ കണ്ണുനീരല്ല അത് ഞങ്ങള് ശരിക്കും കരഞ്ഞ കണ്ണുനീരാണ്. ഞങ്ങൾ ആ ഒരു സമയത്ത് ഇപ്പൊ ഹക്കീമിനെ സംബന്ധിച്ചിട്ട് അവൻ 3 വർഷം കഴിഞ്ഞ് ഇക്കനെ കാണുകയാണ്. അതായത് നമ്മള് ചെറിയ കുട്ടി അമ്മേനെ ഒരു മണിക്കൂർ കാണാതെ ഇരുന്ന് അമ്മയോട് പറയാം, അമ്മ എവിടെ പോയി, അമ്മ എന്നെ ഒറ്റയ്ക്കാക്കി പോയില്ലേ പറഞ്ഞ ആ ഒരു ഫീലാണ് ശരിക്കും ഹക്കീമിന് അപ്പം ഐക്കനോട് പറയാനുള്ളായിരുന്നു. 3 വർഷമായിട്ട് അവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറെ കാര്യങ്ങൾ അന്ന് നിങ്ങൾ എന്നെ ഒറ്റയ്ക്കാക്കി, അയ്യോ എന്താണ് എന്നൊക്കെ പറഞ്ഞ അങ്ങനെ ഒരു ഫീലിലാണ് ഹക്കീം ജീവിക്കയോട് അങ്ങനത്തെ അത് പൊട്ടലാണ്. അത് 3 വർഷത്തെ എൻ്റെ വേദനകളും എല്ലാം ഒരു കംഫോർട്ട് ചെയ്യാനുള്ള ഒരാളുടെ അടുത്ത്, എൻ്റെ ഇക്കയുടെ അടുത്ത്, എൻ്റെ ഏട്ടൻ്റെ അടുത്ത് പൊട്ടുന്ന ഒരു മൊമെന്റ് ആണ്. സത്യത്തിൽ അത് ആദ്യ ഭാഗം നോക്കുമ്പം പിന്നെ കാണുന്നത് ഗോകുലിന്റെ ആ ഒരു ഭാഗത്താണല്ലോ, പിന്നീട് ഹക്കീമിനെ കാണുന്നില്ല. അപ്പൊ ആ ഒരു ഭാഗത്ത് ഗോകുല് വന്നിട്ടുള്ള ഗോകുലിന്റെ ഒരു അഭിനയം തൊട്ടാണ് ഞാൻ ഏറ്റവും ശ്രദ്ധിച്ചത് കേട്ടോ. അത് അങ്ങോട്ടേക്കൊരു വേറൊരാള് തന്നെയായിരുന്നു. അവിടെ ഗോകുലില്ലായിരുന്നു, ഹക്കീം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അതിനെ പ്രത്യേകം എടുത്ത് പറയാതെ വയ്യ. എങ്ങനെയാണ് ആളുകൾ ഇപ്പം പൊതുവെ എല്ലാവരും ഇപ്പം സിനിമ ഇറങ്ങി കഴിയുമ്പം നാട്ടുകാര്, വീട്ടുകാര്, അധ്യാപകര്, സുഹൃത്തുക്കള്, ഇവരുടെയൊക്കെ ഒരു പ്രതികരണം എന്താണ്? എല്ലാവരും ഭയങ്കര പ്രൗഡാണ് അവരുടെയൊക്കെ എല്ലാവരും. ഞാനൊരു കാര്യം പറയട്ടെ, എന്നെ സംബന്ധിച്ച് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്നേ വരെ കണ്ടുമുട്ടിയിട്ടുള്ള എല്ലാ വ്യക്തികളും എന്നെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ഞാൻ എല്ലാവരുടെയും ഒബ്സർവ് ചെയ്തിട്ട് എല്ലാവരുടെ അടുത്തു നിന്നും ഓരോ കാര്യങ്ങൾ എനിക്ക് പഠിച്ചിട്ടുണ്ട്. ഞാൻ ഇങ്ങനൊരു കാര്യം വിശ്വസിക്കുന്ന ആളാണ്. ചിലപ്പോൾ ഒരു വ്യക്തി എന്നെക്കാളും നല്ല രീതിയിൽ കഴിവുള്ള ചില മേഖലകളുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഞാൻ ആ റെസ്പെക്റ്റ് കൊടുക്കണം എന്നുള്ള രീതിയിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇവരൊക്കെ പറയുന്നത് എന്താ വെച്ചാൽ നിൻ്റെയൊക്കെ ഫ്രണ്ടായതിലും നിൻ്റെയൊക്കെ അച്ഛനായതിലും അമ്മയായതിലും ഏട്ടനായതിലും കോഴിക്കോട്ടുകാരനായതിൽ ഞങ്ങളും ഒരു പ്രൗഡാണെന്നാണ് അവർ പറയുന്നത്. സോ അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക, ഞാൻ ഒരു ദിവസം മാത്രം കണ്ട കുറേ പേര് അവർ വരെ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് എന്നോട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അപ്പോൾ ഞാൻ അവരുടെയൊക്കെ ജീവിതത്തിൽ എന്തോ ചെറിയൊരു ഭാഗമായി എന്നുള്ളൊരു എന്തോ ചെറിയൊരു സന്തോഷത്തിൻ്റെയോ എന്തോ ഒരു ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവും എന്നുള്ളൊരു കാര്യം അറിയുമ്പോൾ അത് സന്തോഷമല്ലേ. ഈ നോവല് വായിക്കുമ്പോഴും ഹക്കീം അതിൽ പ്രധാന കഥാപാത്രം തന്നെയാണ്, നമ്മളെ വേദനിപ്പിക്കുന്നൊക്കെ ഉണ്ട്. എന്നിരുന്നാൽ പോലും സിനിമയുടെ ഡെസേർട്ട് ക്രോസിംഗ് വരുമ്പം നമുക്കൊക്കെ ഒരു ആശങ്ക ഉണ്ടായിരുന്നു, എങ്ങനെയാണ് ഈ ഒരു ക്രോസിംഗ് ഒരു ലാഗില്ലാതെ പോണല്ലോ.
അവിടെ പക്ഷേ ഹക്കീമിൻ്റെ പങ്ക്, ഹക്കീം ശരിക്കും നജീബിനൊപ്പം തന്നെ ഉള്ളൊരു കഥാപാത്രമായിട്ട് മാറുന്നുണ്ട്. ഗോകുലിനെ സംബന്ധിച്ചിട്ട് അത്തരമൊരു കഥാപാത്രത്തിലേക്ക് ഈ ഒരു ചെറുപ്രായത്തിൽ എത്തുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണല്ലോ. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും എൻ്റെ ചുറ്റിലിരുന്ന് കൈയടിക്കുന്നതും എല്ലാവരും എൻ്റെ പാക്കപ്പ് ആയ ദിവസമായിരുന്നു. ഈ സിനിമയിൽ എൻ്റെ പാക്കപ്പ് ആയ ദിവസമായിരുന്നു. അപ്പോൾ ആ ദിവസത്തിൽ എൻ്റെ മുഖം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എൻ്റെ എക്സൈറ്റ്മെൻറ്റ് എന്താണ്. അതായത് നമ്മളെ ഒരു ക്ലീഷേ ഡയലോഗ് ആയിരിക്കാം ഇത്, ആനന്ദാശ്രു എന്നൊക്കെ പറയില്ലേ. അതായത് നമുക്ക് ചിലപ്പോൾ സന്തോഷം വന്നാൽ ചിലപ്പോൾ നമ്മൾ കരയും ചില സമയങ്ങളിൽ. അങ്ങനത്തെ ഒരു ഇമോഷൻ നമുക്ക് ഉണ്ടാവാറില്ലേ. അങ്ങനത്തെ സന്തോഷം വന്ന് കരഞ്ഞ ഇൻസ്റ്റൻസുകളാണ് എൻ്റെ ജീവിതത്തിലെ ചുരുക്കം ചില ഇൻസ്റ്റൻസുകളാണ് ആ പാക്കപ്പ് പറഞ്ഞ സമയത്തൊക്കെ. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാൻ ഈ സിനിമയിൽ ഞാൻ എത്തപ്പെട്ടതിനും എന്നിൽ ബ്ലസ്സി സാർ അർപ്പിച്ച വിശ്വാസത്തിനും എന്നെ കോ ആക്ടറായിട്ട് കണ്ട് എന്നെ കെയർ ചെയ്ത എല്ലാ ആക്ടേഴ്സും, രാജുവേട്ടനാവട്ടെ, ജിമ്മിച്ചായനാവട്ടെ, താലിബ് സാറാവട്ടെ, റിക്കാവട്ടെ, പിന്നെ ഓരോരുത്തരും സെറ്റിലുള്ള ഓരോരുത്തരും. അതായത് ഞാനിപ്പോൾ എൻ്റെ ആക്ടിങ്ങിൻ്റെ പരിപാടി കഴിഞ്ഞ് ഞാൻ നേരെ AD ആവും. ഞാൻ അവിടെ തിരിഞ്ഞു കളിക്കും, ക്ലാപ്പ് അടിക്കും, റിപ്പോർട്ട് എഴുതും. അങ്ങനത്തെ ഇതൊക്കെ ബ്ലസ്സി സാർ അസിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ അവിടെ ഇപ്പോൾ ജിബിലൊക്കെ ചേട്ടന്മാർ വെയിറ്റൊക്കെ എടുക്കാൻ പോകുമ്പോൾ ഞാൻ അവരുടെ കൂടെയൊക്കെ കൂടിയിട്ട് നമ്മൾ ഇതൊക്കെ എടുത്ത് പോകും. അങ്ങനെ എല്ലാവരുടെ അടുത്തും ഒരു എന്താ പറയുക കുറേ ബന്ധങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് എല്ലാവരും എന്നെ ഭയങ്കര ഒരു കെയർ ചെയ്തിട്ടുണ്ട്, നേച്ചർ ചെയ്തിട്ടുണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ. അത് അവരൊക്കെ സ്നേഹമാണ് ശരിക്കും. അവരൊക്കെ തന്നെ എനിക്ക് കംഫോർട്ട്നെസ് ആണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു സിനിമയിൽ എനിക്ക് ഈ ഒരു രീതിയിൽ ഇങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റിയത്. സിനിമയ്ക്ക് വേണ്ടിയിട്ട് കായികമായിട്ടായാലും മാനസികമായിട്ടായാലും ഒരുപാട് പരിശ്രമങ്ങൾ വേണ്ടി വന്നിട്ടുണ്ടല്ലോ. എന്തൊക്കെയായിരുന്നു അതിനു വേണ്ടി എടുത്തൊരു തയ്യാറെടുപ്പുകൾ? ഇപ്പോൾ കായികപരമായിട്ട് പറയുകയാണെങ്കിൽ ഓഫ് കോഴ്സ് ട്രാൻസ്ഫോർമേഷൻ വേണ്ട ഒരു സ്റ്റേജ് ആയിരുന്നല്ലോ. അതെ അതെ അതെ. അപ്പോൾ ആദ്യത്തെ ഷെഡ്യൂളിന് വേണ്ടിയിട്ട് 64 കിലോ വരെ ഇഷ്ടംപോലെ കഴിക്കുക. 64 കിലോ വരെ കഴിച്ച് കൂട്ടി ആദ്യത്തെ ഷെഡ്യൂളിന് വേണ്ടിയിട്ട്. കാരണം നമുക്ക് ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ച് കാണിക്കണമെങ്കിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 3 വർഷത്തിന് ശേഷമാണ് ഹക്കീമിനെ കാണിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ സീനിൽ അത്യാവശ്യം ആരോഗ്യവാനായ, ഇപ്പോൾ നോവലിൽ പറയുന്നുണ്ട് പ്രായത്തിനൊത്ത ആരോഗ്യമുള്ളവനാണ് ഹക്കീം, അല്ലെങ്കിൽ ഹിന്ദി സിനിമയിലൊക്കെ നീ കയറിക്കോടാന്നൊക്കെ പറയുന്നുണ്ട്, അജീവൊക്കെ കളിയാക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കഥാപാത്രത്തെ ആക്കുമ്പോൾ കുറച്ച് ആരോഗ്യം വേണം, കുറച്ച് തടി വേണം. നമ്മളെ വീട്ടിലൊക്കെ നിന്നിട്ട് നല്ല ബീഫും ചിക്കനൊക്കെ തിന്ന് തടിച്ചു കൊഴുത്തൊരു കഥാപാത്രമാണല്ലോ. അപ്പം അതിനു വേണ്ടിയിട്ട് അടിച്ചു കൊഴുത്തൊരു വയറൊക്കെ ചാടി കുറച്ചൊക്കെ ആ സമയത്ത്. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള കുറയ്ക്കാനുള്ള ഒരു ശ്രമമായിരുന്നു. അത് കുറച്ച് ഒരു അവസാനത്തെ 4 മാസം ഷൂട്ട് തുടങ്ങുന്നതിന് അവസാനത്തെ 4 മാസമായിരുന്നു എന്നെ സംബന്ധിച്ചിട്ട് ഭയങ്കരമായിട്ടുള്ള സ്ട്രഗിൾ ഉള്ള ഈ ഒരു ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ അനുഭവിച്ചിട്ടുള്ളത്. അവസാനം ഞാൻ പറഞ്ഞ പോലെ വാട്ടർ ഡയറ്റ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അവസാനത്തെ 15 ദിവസം. 3-ാമത്തെ ദിവസമാണത്തെ കൊളാപ്സ് ആയിപ്പോയി. പിന്നെ ഞാൻ ഒരു കുബൂസും ഒരു റോബസ്റ്റ ഷേക്കും മാത്രം കുടിച്ചിട്ട് തള്ളി നീക്കിയിട്ടുണ്ട്. ഒരു കുബൂസ് വെള്ളത്തിൽ മുക്കിയിട്ട് ഉച്ചയ്ക്ക് കഴിക്കും, റോബസ്റ്റ ഷേക്കും, പിന്നെ കട്ടൻ കാപ്പിയാണ് മെയിൻ. അതായത് നമുക്ക് എന്തെങ്കിലുമൊക്കെ എനർജി തലയിൽ കയറുന്നുള്ളൊരു ഇത് വെച്ചിട്ട് സീറോ കാലറി ഷുഗറും അങ്ങനെ കുറേ പ്രോസസ്സായിരുന്നു ഈ ഒരു ഫിസിക്കൽ. പിന്നെ ഓടാൻ പോകും, കുളിക്കാതെ നിൽക്കുക, 15 ദിവസം കുളിക്കാണ്ട് നിന്നിട്ടുണ്ട്. എന്താണ് അവൻ ചെയ്തതെന്ന്, അവന് എന്താ എക്സ്പീരിയൻസ് ചെയ്തതെന്ന് നമുക്ക് കുറച്ചെങ്കിലും അറിഞ്ഞാലല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാലോ, എക്സ്പെരിമെന്റ് ചെയ്യാലോ. എന്റെ ശരീരമല്ലേ, എനിക്കെന്തും ചെയ്യാലോ. ആശങ്ക ഉണ്ടായിരുന്നു ശരീരം ഒരു എക്സ്പെരിമെന്റിലേക്ക് കൊണ്ടുവരുമ്പോ? ആശങ്കകളൊന്നും ഇല്ലായിരുന്നു. കാരണം എന്റെ ശരീരമല്ലേ, എനിക്ക് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ടല്ലോ. ഞാൻ ആരെയും ഹേർട്ട് ചെയ്യുന്നില്ലല്ലോ, ഞാൻ എന്നെ തന്നെയല്ലേ ഹേർട്ട് ചെയ്യുന്നത്. സോ അത് പക്ഷെ നല്ലൊരു കാര്യത്തിനും കൂടിയാണല്ലോ. എന്നെ തന്നെ ടോർച്ചർ ചെയ്യുന്നത് അത് ആ കഥാപാത്രം അനുഭവിച്ചതിന്റെ ചെറിയൊരു ശതമാനമെങ്കിലും ഞാൻ അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവൻ ഇപ്പൊ ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ഭക്ഷണം ഇല്ലാതെ ഇരുന്നിട്ടല്ല കഴിക്കാറുണ്ട്. എനിക്ക് എപ്പോ വേണമെങ്കിലും ഇപ്പൊ വേണ്ട എന്ന് തോന്നിക്കഴിഞ്ഞാല് എനിക്ക് വേണമെങ്കിൽ പോയി കഴിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല ഞാൻ നിൽക്കുന്നത്. പക്ഷെ അവനെ പറ്റിയിട്ട് പറയുമ്പോൾ അങ്ങനെയല്ലല്ലോ. അവന് ഭക്ഷണം കിട്ടാതെ ഇരിക്കുന്ന ഒരു അവസ്ഥയിൽ ഒരു കുബൂസ് മാത്രം അവന് തള്ളി നീക്കും വിശന്ന് കഴിഞ്ഞു നിന്ന കുറേ ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അവന് എക്സോസ്റ്റഡ് ആയിപ്പോയി, ഫെയിൻറ്റഡ് ആയിപ്പോയ കുറേ ദിവസങ്ങളുണ്ടാവും. ഞാനൊരു ദിവസം ഫെയിൻറ്റ് ആയിട്ടുള്ളൂ, എക്സോസ്റ്റഡ് ആയി പോയിട്ടുള്ളൂ. അവൻ എത്രയോ ദിവസങ്ങൾ ഇങ്ങനെ അനുഭവിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ശതമാനമെങ്കിലും അനുഭവിക്കുക എന്നുള്ളതായിരുന്നു. പിന്നെ മെൻ്റലി പറയുകയാണെങ്കിൽ ഇതുപോലെ തന്നെ നമ്മൾ ഈ തോട്ട് പ്രോസസ്, ഈ ഒരു ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ നടത്തുന്ന സമയത്ത് തന്നെ നമുക്കുണ്ടാകുന്ന കുറേ ചേഞ്ചസ് ഉണ്ടാവും. മൂഡ് സ്വിങ്സ് ഉണ്ടാവും, നമുക്ക് ദേഷ്യം കൂടും, ഫ്രസ്ട്രേഷൻ കൂടും,
അങ്ങനെയുള്ള കുറേ ചിന്തകളും കാര്യങ്ങളൊക്കെ ഈ ഒരു കഥാപാത്രത്തിനേക്കും ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കി. അവനും ഇത് തന്നെയല്ലേ ചിന്തിച്ചിട്ടുണ്ട്. അതെ, ആ വന്ന മൂഡ് സ്വിങ്സ് ഒക്കെ കഥാപാത്രത്തിന് ഗുണകരമായി. അതെ, പിന്നെ ആ മരുഭൂമിയിൽ കൂടെ ക്രോസ് ചെയ്യുന്ന സമയത്തൊക്കെ, നമ്മളാ ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഇപ്പൊ ബ്ലസ്സി സാറ് എന്നോട്, മരുഭൂമി തന്നെയാണല്ലോ അല്ലേ? അതെ, ബ്ലസ്സി സാർ ഇപ്പൊ എന്നോട് 2 റൗണ്ട് ഓടാനൊക്കെ പറയും. അങ്ങനെ 2 റൗണ്ട് ഓടിയിട്ടൊക്കെ വന്നിട്ടായിരിക്കും ഞാൻ നേരെ പോയി ഷോട്ടിന് നിൽക്കുക, ആ എക്സോഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മളെ കൊണ്ട് കൂടുതൽ നന്നാക്കാൻ പറ്റുന്ന എന്ത് കാര്യം ചെയ്യാന്നുള്ളതായിരുന്നു അപ്പൊ ഞാൻ ചെയ്തത്. എന്നെ കൊണ്ട് ഏറ്റവും ബെസ്റ്റ് കൊടുക്കുക, കൂടുതൽ എത്ര നന്നാക്കാൻ പറ്റുകയാണെങ്കിലും അത്രയും നന്നാക്കാൻ പറ്റുക, അങ്ങനെ ഒരു കാര്യത്തിലായിരുന്നു അന്ന് ഇതൊക്കെ ചെയ്തത്. അപ്പോൾ അതൊക്കെ കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് മെന്റലി. അതും പിന്നെ ബ്ലസ്സി സാറ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഹക്കീം എപ്പോഴും ഹോപ്പായിട്ട് നിൽക്കുന്ന ഒരു ആളാണ്. നജീബിന് പ്രതീക്ഷ കൊടുക്കുന്ന ആരാ? ഹക്കീമാണ്. അതെ അതെ അതെ. അതായത് അവന് ഈ വരുന്ന വെരി നെക്സ്റ്റ് ഡേ അവൻ രക്ഷപ്പെടും എന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കുന്ന, എപ്പോഴും ആ 3 വർഷത്തിൽ എല്ലാ ദിവസവും അവൻ ആ പ്രതീക്ഷയോടുകൂടിയാണ് ജീവിക്കുന്നത്. അതുകൊണ്ടാണ് അവൻ ആ പാട്ട് പാടുന്നത്. വേറൊരു സീൻ കൂടെ ഉണ്ട് കേട്ടോ, എനിക്ക് വളരെ ഒരു ടച്ചിങ് ആയിട്ട് തോന്നിയത്, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട, ടച്ചിങ് എന്നുള്ളതിനേക്കാളും പൃഥ്വിരാജ് ഇങ്ങനെ തരുത്ത് നിൽക്കുകയാണല്ലോ പോവാൻ വേണ്ടിയിട്ട്. അപ്പം അപ്പുറത്തുനിന്ന് കാതിരി വിളിക്കുന്നുണ്ട്. അപ്പം ഓടി വരുന്നില്ല, ഓടി വന്നിട്ട് വാക്കാന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് ബാഗ് എടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ കുറച്ചു നേരം ആലോചിച്ചെടുത്തു ഒക്കെ പറയുന്നത്, അതൊക്കെ നല്ല എന്താ പറയുക, നമുക്ക് അവിടെ സത്യം പറഞ്ഞ ഒരു അത്ഭുതം തന്നെയായിരുന്നു. ഗോകുൽ ഒരു പുതിയ നടനാണല്ലോ, ആദ്യമായിട്ട് അഭിനയിക്കുന്ന ചിത്രം, അങ്ങനെയൊന്നും നമുക്ക് ഫീൽ ചെയ്തതേ ഇല്ല കേട്ടോ. അഭിനയം ഒരു മോഹമായിരുന്നോ, അല്ലെങ്കിൽ അത്ര തീവ്രമായ ഒരു ആഗ്രഹമായിരുന്നോ അഭിനയിക്കുക എന്നുള്ളത്? അഭിനയിക്കുക എന്ന് പറയുമ്പോൾ ചെറുപ്പം തൊട്ടേ മോണോ ആക്ടുകൾ ചെയ്യാറുണ്ടായിരുന്നു. വിനോദ് മാഷാണ് എന്റെ ഗുരു, ആദ്യത്തെ മോണോ ആക്ടുകളൊക്കെ പഠിപ്പിക്കുന്നത്. പിന്നീട് നാടകങ്ങളായി അത്. പിന്നെ +2 പഠിക്കുമ്പോൾ നഗ്നനായ തമ്പുരാൻ എന്നുള്ള നാടകം ചെയ്തിട്ട് സംസ്ഥാന കലോത്സവത്തില് മികച്ച നടനായിട്ട്, അതിനുശേഷമാണ് എനിക്ക് കോൺഫിഡൻസ് ബൂസ്റ്റ് കിട്ടിയത്. ഒരു പ്രൊഫഷണലി ഇതെനിക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു എൻ്റെ ഉള്ളിൽ തന്നെ തോന്നിയൊരു കാര്യം, നമുക്കിത് ചെയ്യാൻ പറ്റും, നടനാവാം, അതിന് എന്താ കുഴപ്പമൊന്നുമില്ല, നമുക്ക് പരിശ്രമിച്ചു കഴിഞ്ഞാൽ കുറച്ച് ചെയ്യാൻ പറ്റും, ഹാർഡ് വർക്ക് ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഇതിലായിരുന്നു അന്ന്. ആ ഒരു നാടകത്തിന് ആ ഒരു അംഗീകാരം കിട്ടിയപ്പോൾ ഈ നാടകങ്ങളായിട്ട് നമ്മളെ കോഴിക്കോടിന്റെ തന്നെ അറിയാലോ, നാടകങ്ങൾ ഈറ്റില്ലമാണ്. അപ്പോൾ ഇവിടെയുള്ള കുറെ നാടകാചാര്യന്മാരുടെ വിജയശേട്ടന്റെ ഒപ്പരം, പ്രിയേട്ടന്റെ ഒപ്പരം, ശാന്തേട്ടന്റെ ഒപ്പരം, നല്ല കളരിയിലൂടെയാണ് പോയിക്കൊണ്ട് സുജിത്തേട്ടന്റെ കൂടെയൊക്കെ നമ്മള് ചെയ്തിട്ടുണ്ട്. പിന്നെ നാടക കളരിയില് ഗുരുവായൂരപ്പൻ കോളേജ് പഠിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ ഇന്റർസോണിലൊക്കെ പോയിട്ടുണ്ട്, ഫസ്റ്റ് അടിച്ചിട്ടുണ്ട്, തൊട്ടപ്പം എന്നുള്ള നാടകമൊക്കെ. അപ്പൊ അങ്ങനെ കുറെ നാടകങ്ങളിൽ കൂടെ ഇതുപോലെ കുറെ പ്രോസസ്സുകളിലൂടെ, തിയേറ്റർ പ്രോസസ്സിലൂടെ പോകാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ചെറുപ്പത്തിലേ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ആ സമയത്ത് തന്നെ ഒരു അഭിനയിക്കുമ്പോൾ എൻ്റെ കുറെ ഇമോഷൻസ് ഉണ്ടാവല്ലോ, ഗൂഗിളിന് പേഴ്സണലി ഉണ്ടാകുന്ന കുറെ ഇമോഷൻസും കാര്യങ്ങളൊക്കെ എനിക്ക് ആ കഥാപാത്രത്തിൽ കൂടെ കൊടുക്കാൻ പറ്റും എന്നുള്ളൊരു ഇതാണ്. നമുക്ക് ചിലപ്പോൾ ചില ഇമോഷൻസ് നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, പക്ഷെ അത് കഥാപാത്രമായി കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും കുറെ കാര്യങ്ങൾ, ഇല്ലേ? എനിക്ക് അങ്ങനെ തോന്നി. ഇപ്പോ തിയേറ്ററിൽ നിൽക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യം പ്രസവിക്കുന്നത് അഭിനയിച്ച് കാണിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് നീ പ്രസവിക്കുക എന്നുള്ളതുകൊണ്ട് നമ്മളെല്ലാവരും എടുത്തു പ്രസവിച്ച് കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ അന്ന് ആ പ്രസവിച്ച് കാണിക്കുന്ന സമയത്ത് നമ്മള് തോട്ട് പ്രോസസ്സ് പോകുന്നത് എങ്ങനെയാ, ഒരു സ്ത്രീ എങ്ങനെയായിരിക്കും, ഇപ്പൊ 108 നുറുങ്ങുന്ന വേദനയോട് കൂടിയാണ് ഒരു സ്ത്രീ പ്രസവിക്കുക എന്നൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പൊ അതുപോലുള്ള വേദന എങ്ങനെയായിരിക്കും എന്നൊക്കെ ചിന്തിച്ചിട്ട് അതുപോലെ ആ വേദന നമ്മൾ അനുഭവിക്കാൻ ശ്രമിക്കുകയാണല്ലോ ചെയ്യുന്നത് ഉള്ളിൽ കൂടെ. അതാണല്ലോ പുറത്തു കൂടെ നമ്മൾ നമ്മുടെ ആക്ടിങ് ടൂളായിട്ട്, നമ്മുടെ ബോഡിയുടെ ടൂളായിട്ട് പുറത്തേക്ക് പോകുന്നത്. അപ്പം അങ്ങനെയുള്ള കുറേ പ്രോസസ്സുകളിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പം നടന്, അതായത് ഒരു ആക്ടിങ് എന്നുള്ള രീതിയിൽ, ഒരു അഭിനയം എന്നുള്ളത് ഒരു മോഹമായിരുന്നു എപ്പോഴും. ഈ മോണാക്ടിലേക്ക് ചെയ്യാൻ ചെറുപ്പത്തിലേ ചെയ്തു തുടങ്ങിയല്ലോ, അപ്പോഴും ഈ ഒരു മോഹം, അഭിനയം മോഹം ഉള്ളിലുള്ളത് കൊണ്ടാണോ, അതോ മോണോ ആക്ട് ഒരു കല എന്നുള്ള രീതിയിൽ ചെയ്തു തുടങ്ങിയതാണോ? കല എന്നുള്ള രീതിയിലാണ് ചെയ്തു തുടങ്ങി. ആക്ച്വലി എൻ്റെ ഏട്ടൻ ഇതുപോലെ മോണോ ആക്ട് ചെയ്യായിരുന്നു, ഏട്ടൻ ഡാൻസ് കളിക്കുകയായിരുന്നു. ഏട്ടൻ ചെയ്യുന്നുണ്ടല്ലോ, എനിക്കും ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ചെയ്തതാ അന്ന്. ഇപ്പൊ ഞാനും ഡാൻസ് ഒക്കെ കളിക്കുകയായിരുന്നു പണ്ട്, ചെറിയ ഡാൻസ് ഒക്കെ കേട്ടോ. എൻ്റെ ഉള്ളിലൊരു സഭാകമ്പം പോക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ഹെൽപ്പായിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് വെച്ചാൽ, ഓരോ സിനിമകൾ കാണുമ്പോഴും എനിക്ക് പണ്ട് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും, 90s കിഡ്സിനൊക്കെ. ഓരോ സിനിമകൾ കാണുമ്പോൾ നമ്മൾ ഡ്രൈവർ ആവണം, ഇതാവണം എന്നൊക്കെ പറയാറില്ലേ. അതുപോലെ ഞാനിപ്പോൾ ഒരു ബാഗ് മിൽക്ക ബാഗ് കണ്ട സമയത്ത് എനിക്ക് അത്ലറ്റ് ആവണം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ക്യാമ്പിലൊക്കെ പോയി 1 വർഷമൊക്കെ അത്ലറ്റിക്സ് ഒക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്.
ശരി. ഇപ്പോ ഇന്റർസ്റ്റെല്ലാർ കണ്ട സമയത്ത് ആസ്ട്രോണോട്ട് ആവണം, സ്പേസിൽ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ആഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുപോലെ ഓരോ സിനിമകൾ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഒരു ഞാൻ പറഞ്ഞില്ല, +2 കഴിഞ്ഞ് ആ നാടകം ചെയ്തതിന് ശേഷമാണ് ഓരോ സിനിമ കാണുമ്പോഴും എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഒരു നടനാവാൻ വേണ്ടിയിട്ടാണെന്നുള്ളൊരു തോന്നൽ എനിക്ക് തോന്നി തുടങ്ങിയത്. അതായത് അതിലുള്ള പ്രൊഫഷനല്ല, അത് ചെയ്ത ആക്ടേഴ്സാണ് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തത്, അത് ചെയ്യുന്ന കഥാപാത്രങ്ങളാണ് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, ആ സിനിമയാണ് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളൊരു ബോധം അതിന് ശേഷമാണ് എനിക്ക് വന്നത്. 17 വയസ്സിൽ ഈ ഒരു അവസരം തേടി വന്നപ്പോൾ എന്താണ് തോന്നിയത്? ഇങ്ങനൊരു അവസരം ഗോകുലിനടുത്തേക്ക് എത്തിയപ്പോൾ 17-ാം വയസ്സിൽ, കാരണം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 17-ാം വയസ്സിൽ ഇപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തിയേറ്റേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടായിരുന്നല്ലോ. അപ്പൊ എന്നെ സംബന്ധിച്ച് 17-ാം വയസ്സിൽ ഇപ്പൊ ചിന്തിക്കുന്ന അത്രയും പക്വതയും കാര്യങ്ങളൊന്നും അന്ന് എന്നെ സംബന്ധിച്ചിട്ടില്ലായിരുന്നു. ഇപ്പോഴും അത്ര പക്വത ആയിട്ടിരുന്നുള്ള അവകാശപ്പെടുകയല്ല ഞാൻ ചെയ്യുന്നത്. അന്ന് പക്ഷെ ഞാൻ വളരെ നമ്മളെ ചേഞ്ചസ് തന്നെ നമുക്ക് നോക്കിക്കാണാം. അപ്പൊ ഞാൻ തിയേറ്ററൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതൊരു വലിയൊരു എന്താ പറയുക, വലിയൊരു പ്ലാറ്റ്ഫോമിലേക്ക് അത് വലിയൊരു കാര്യമാണ് എന്നുള്ളൊരു ബോധം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ ഇന്നെത്തി നിൽക്കുന്ന രീതിയിലുള്ള ഒരു കാര്യമാണ് എന്നുള്ള ചിന്തിക്കാനുള്ള രീതിയിലുള്ള തോട്ട് പ്രോസസ്സും കാര്യങ്ങളൊന്നും അന്ന് എനിക്കില്ലായിരുന്നു. അപ്പോൾ അത് ഗ്രാജുവലി എന്നിൽ വന്നതാണ്. അതൊക്കെ പ്രായത്തിനൊപ്പം വന്ന കുറേ കാര്യങ്ങളാണ് ഇതൊക്കെ. കൂടെ വർക്ക് ചെയ്ത ആളുകൾ, ഞാൻ കൂടെ വർക്ക് ചെയ്ത ആളുകൾ എന്ന് പറഞ്ഞാൽ ലെജൻഡറി ആയിട്ടുള്ള ആൾക്കാരാണ്. നാഷണൽ അവാർഡ് വിന്നേഴ്സ് ഉണ്ട്, ഓസ്കാർ വിന്നേഴ്സ് ഉണ്ട്, സ്റ്റേറ്റ് അവാർഡ് വിന്നേഴ്സ് ഓഫ് കോഴ്സ് ഉണ്ട്. അങ്ങനെ എല്ലാവരും അവരുടേതായിട്ടുള്ള രീതിയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ആൾക്കാരാണ് അവരുടെ മേഖലകളിൽ. അപ്പോൾ അവരുടെ കയ്യിൽ നിന്നൊക്കെ കിട്ടിയ ഓരോ അനുഭവങ്ങളും കാര്യങ്ങളാണ് എന്നെ ഈ രീതിയിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്, ഇപ്പോൾ കാണുന്ന രീതിയിലേക്ക് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അത് ചെറുപ്പം മുതലേ അങ്ങനെ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളൊന്നുമില്ലാതെ ജനിക്കുന്നു, പിന്നെ ഓരോ ലെയറുകളായിട്ടാണല്ലോ നമ്മൾ ഒരു കുട്ടിയുടെ കയ്യിൽ ഒന്നുമില്ലല്ലോ, നമ്മൾ നഗ്നനായിട്ടല്ല ജനിക്കുന്നത്. ഓരോ ലെയറുകളായിട്ട് നമ്മൾ കുപ്പായം ഇടുന്ന പോലെ ഓരോ ലെയറുകൾ ഇങ്ങനെ കയറിയിട്ടാണല്ലോ നമ്മളാവുന്നത്. അപ്പോൾ അതുപോലെയുള്ള കുറേ കാര്യങ്ങൾ ആ 17 വയസ്സ് മുതൽ 24 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ കിട്ടി. ഇപ്പോൾ അങ്ങനെയാണ് ഈ തോട്ട് പ്രോസസ്. 17-ാം വയസ്സിൽ സത്യം പറയുകയാണെങ്കിൽ ഇത് ഇങ്ങനെയാവുന്നോ, ഇങ്ങനെയൊക്കെ എത്തുമെന്നോ സ്വപ്നത്തെ പോലും വിചാരിച്ചിട്ടില്ല. ആണല്ലേ? എപ്പോഴെങ്കിലും പിന്നെ അത് കഴിഞ്ഞ് കുറേ വർഷം എടുത്തിട്ടാണല്ലോ. അപ്പം 24 എത്തുമ്പം ഒരു 6 വർഷത്തെ സമയമുണ്ടല്ലോ. ഈ സിനിമ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തോന്നിയിരുന്നു ലോക ശ്രദ്ധയിലേക്ക് എത്തുന്ന ഒരു സിനിമയിലാണ് അഭിനയിക്കുന്നതെന്നൊക്കെ തോന്നിയിരുന്നു? എത്താൻ സാധ്യത ഉണ്ടെന്ന് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് എന്തായാലും തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം ഇതുപോലൊരു ജോണർ, മരുഭൂമിയിൽ എടുത്ത സർവൈവൽ ത്രില്ലേഴ്സ് എനിക്ക് തോന്നുന്നു ലോക സിനിമയിൽ തന്നെ കുറവാണ്. സർവൈവൽ ത്രില്ലർ ഉള്ളത് ഒരു പാപ്പിലോൺ എന്തോ പറഞ്ഞിട്ടൊരു മൂവി, ഒരു ഫ്രഞ്ച് മൂവി. അല്ല, ഇപ്പൊ തീവ് എന്ന് പറഞ്ഞിട്ടുള്ള മൂവി ഉണ്ട്, റാബിറ്റ് പ്രൂഫ് ആൻഡ്സ് എന്ന് പറഞ്ഞ മൂവി ഉണ്ട്, ഫൈറ്റ് ഓഫ് ദി ഫീനിക്സ് എന്ന് പറഞ്ഞ മൂവി ഉണ്ട്, പിന്നെ ഒരു ലോസ്റ്റ് ഇൻ ദ ഡെസേർട്ട്, ഒരു കുട്ടി മരുഭൂമിയിൽ കൊടുക്കുന്ന ഒരു, അങ്ങനെ കുറച്ചധികം സിനിമകളുണ്ട്. പക്ഷെ അത് കുറവാണ്. അത് ഈ ഒരു ജോണറിൽ എടുത്ത ലോക സിനിമകൾ തന്നെ കുറച്ചേ ഉള്ളൂ. മരുഭൂമി. അപ്പോൾ ഈ ഒരു സിനിമ ആ ഒരു ജോണറിലേക്കുള്ള ഒരു പുതിയൊരു അഡീഷൻ ആവും എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം നമ്മളത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ബ്ലസ്സി സാർക്ക് ഒരു കോംപ്രമൈസും ഇല്ലായിരുന്നു ഒരു കാര്യത്തിലും. ആൾക്ക് ഇപ്പോൾ കിട്ടുന്ന ഷോട്ട് എത്ര പോയാലും കുഴപ്പമില്ല, അത് എടുക്കുക എന്നുള്ള രീതിയിലായിരുന്നു. നമ്മൾ ഒരു ഷോട്ട് വരെ എടുത്ത ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്രയും പെർഫെക്ഷനിസ്റ്റ് ആണ് ബ്ലസ്സി സാറ്, ബ്ലസ്സി എന്ന ഫിലിം മേക്കർ. അപ്പോൾ ആ ഒരു ഫിലിം മേക്കർ അത്രയും അർപ്പണത്തോടു കൂടി ഒരു കാര്യത്തെ സമീപിക്കുമ്പോൾ ആളുടെ എക്സ്പീരിയൻസും, എൻ്റെ പ്രായമാണ് ബ്ലസ്സി സാറുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, പ്രായത്തിലേക്കാൾ കൂടുതലാണ് ബ്ലസ്സി സാറുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആളങ്ങനെ ചെയ്യുമ്പോൾ ഇതെടുക്കുന്ന സമയത്തും നമ്മൾ ഓരോന്ന് കാണുമ്പോഴും ഷോട്ടുകളൊക്കെ കാണുന്ന സമയത്തും നമ്മൾ കുറേ സിനിമകൾ കണ്ട് വീക്ഷിച്ച രീതിയിലുള്ള ചെറിയ പരിമിതമായിട്ടുള്ള അറിവിൽ നമ്മളതിനെ നോക്കി കാണുമ്പോൾ ആ ഷോട്ടുകളൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ തോന്നും ഇതൊരു മേ ബി ഒരു വേൾഡ് ക്ലാസ് സിനിമയാവാം എന്നുള്ള രീതിയിൽ നമുക്ക് അപ്പോൾ തോന്നാറുണ്ടായിരുന്നു. 5 ഭാഷകളിൽ ഒരേ സമയം അഭിനയിക്കുന്ന ഒരു സാധ്യതയായിരുന്നു അല്ലേ ഇത്? വേറെ ഏത് ഭാഷയാണ് കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് ഈ ആടുജീവിതം? ശ്രദ്ധിച്ചിരുന്നോ? ഇപ്പൊ ഹിന്ദിയിൽ നിന്നും തമിഴിൽ നിന്നൊക്കെ ഇന്റർവ്യൂസ് വന്ന് ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ഹിന്ദിയിലും തമിഴിലും ഞാൻ ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. 2 ഭാഷയും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ സംസാരിക്കാൻ അറിയാവുന്ന ഒരാളാണ്. ഹിന്ദി ആണ് കൂടുതൽ അറിയുന്നത്. കാരണം ഞാൻ നോർത്ത് ഇന്ത്യയിലൊക്കെ യാത്രകൾ ചെയ്തിട്ടുണ്ട്, ഹിച്ച് ഹൈക്കിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മള് ലിഫ്റ്റ് ചായ എന്നൊക്കെ പറഞ്ഞിട്ട് ബോർഡൊക്കെ പ്രിന്റ് ചെയ്തിട്ട് പൊക്കി പിടിച്ച് നിൽക്കും, വരുന്ന വണ്ടി കയറി പോവുക, എത്തുന്നവരെ നിർത്തുക, ഇറക്കുക. അങ്ങനെ ആ നോർത്ത് ഇന്ത്യ, ഹിമാചലും
യാത്ര ആ ഒരു ഏരിയ മൊത്തം, ഡൽഹി, ഹരിയാന, പഞ്ചാബ്, ആ ഒരു ഏരിയ മൊത്തം ഞാനങ്ങനെ യാത്ര ചെയ്യലുണ്ട്. അപ്പോൾ ഹിന്ദി ഒറ്റയ്ക്ക്. അപ്പോൾ ആ ഒരു ഇത് കുറച്ചും കൂടി വഴങ്ങാറുണ്ട്. ഇത് ഹിന്ദി കുറച്ചും കൂടി വഴങ്ങും. എനിക്ക് തോന്നുന്നു ഹിന്ദി ഓഡിയൻസും തമിഴ് ഓഡിയൻസും കൂടുതൽ റെക്കഗ്നൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇനി ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് തെലുഗു, കന്നഡികാസിന്റെ കാര്യം എനിക്ക് അറിയില്ല. സിനിമ ചെയ്യുമ്പോൾ ഇപ്പൊ പലതും ഒരു ദിവസമൊക്കെ കാത്തിരിക്കേണ്ടി വന്നു ഒരു സീൻ ചെയ്യാന്ന് പറഞ്ഞല്ലോ. ബ്ലെസ്സിയും പറയുന്നുണ്ടായിരുന്നു ഈ മണൽക്കാറ്റൊക്കെ ഒറിജിനൽ വരാൻ വേണ്ടി കാത്തിരുന്നു. അതിൽ ആടുകളുടെ സീനും ഒക്കെ അതൊക്കെ ശ്രദ്ധിച്ചിരുന്നോ? ഞാൻ ആ ആടിന്റെ സീനൊക്കെ എടുക്കുന്ന സമയത്ത് ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു. നിങ്ങൾ ആ ആട് വിളിക്കുന്ന സമയത്ത് ഞാൻ ആ ഓരോ ഷോട്ടിന് ക്ലാപ്പ് അടിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സീൻ അതാ ഞാൻ അത് എടുത്ത് ചോദിച്ചത്. അപ്പൊ ഓരോ ഷോട്ടിന് ക്ലാപ്പ് അടിച്ചുകൊണ്ടിരുന്ന എനിക്ക് തോന്നുന്നു കുറെ ഷോട്ട് പോയിട്ടുണ്ട്. അതിന്റെ കുറച്ചധികം ഷോട്ട് പോയിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള നമ്പർ അപ്രോക്സിമേറ്റ്ലി ഒരു കുറെ ഷോട്ടുകൾ 30 കുറെ ആട്. കാരണം മനുഷ്യർക്ക് നമുക്ക് പറഞ്ഞു കൊടുത്ത് അഭിനയിപ്പിക്കാം. ആട് ഒറിജിനൽ തരണല്ലോ. ആടിന്റെ റിയാക്ഷൻ എടുക്കാൻ സാറേ. അപ്പോ ആടിന്റെ റിയാക്ഷൻ കിട്ടാൻ വേണ്ടി കുറെ ചെയ്തിട്ടുണ്ട്. ഈ മണൽക്കാറ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മള് ചില ദിവസങ്ങൾ മണൽക്കാറ്റ് കാരണം നമ്മൾ ഷൂട്ടിംഗ് നിർത്തി വെച്ചിട്ടുണ്ട്. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഈ ഒരു എൻ്റെ ആ സീൻ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ദിവസം നമ്മൾ ഓരോ ദിവസം വെതർ അലേർട്ട്സ് നോക്കിയിട്ടാണ് നമ്മൾ ഓരോ ഷൂട്ട് ഏത് സീനാണ് എടുക്കേണ്ടതെന്ന് പ്ലാൻ ചെയ്യുക. ഒരു ദിവസം വെതർ റിപ്പോർട്ട്സ് നോക്കിയപ്പോൾ അന്ന് മണൽക്കാറ്റുണ്ട്. ഒന്ന് വിളിച്ച് സാറിനാ എന്നാൽ മണൽക്കാറ്റിൽ അതിനെ ഷൂട്ട് ചെയ്താലോ എന്ന് വെച്ച്. അപ്പോൾ സാറ് പറഞ്ഞത് ക്യാമറയൊക്കെ ചിലപ്പോൾ തകരാറിലാവും, വിഷയമാവും എന്ന് പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു അതൊന്നും വിഷയമില്ല, അതിനെല്ലാ ചിലവും ഞാൻ നോക്കാം, അപ്പോൾ മണൽക്കാറ്റിൽ തന്നെ ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അവിടെ പോകുന്നതും ആ മണൽക്കാറ്റിന്റെ നടുവിൽ നിന്നിട്ട് ഷൂട്ട് ചെയ്യുന്നതൊക്കെ. പാമ്പുകളുടെ കൂടെ ഉള്ള ഒരു അഭിനയ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അതായത് എനിക്ക് പാമ്പുകളെ പേഴ്സണലി പേടിയല്ല. ഇപ്പൊ ചില ആളുകൾക്ക് ചിലന്തികളെ കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഉണ്ടാവില്ല, ഒരു ഫീലിംഗ് ഉണ്ടാവില്ല, അതുപോലെ ഒരു ഫീലിംഗ് ഉള്ള ആളാണ് ഞാൻ. പാമ്പുകൾ ഹോപ്പ്ഫുള്ളി പാമ്പുകളുടെ കൂടെ നിന്ന് അഭിനയിക്കാൻ ഒരു ലക്കിലി അത് സാധിച്ചില്ല. ഭാഗ്യം കൊണ്ട് അത് രാജുവേട്ടനാണ് ആ ഭാഗ്യം കിട്ടിയിട്ടുള്ളത്. അത് ഒറിജിനൽ സൈഡ് വെന്റ് സ്നീക്സ് ആണ്. അതൊക്കെ ആ സീനില് ഒരുമിച്ച് അഭിനയിക്കുന്നുണ്ട്. അത് കാണുമ്പോ നമുക്കും ഓടിപ്പോയി അപ്പുറത്ത് നിന്നതുകൊണ്ട് കാലിലൂടെ വന്നില്ലാന്നുള്ളൂ. അത് കാണുന്നുണ്ട്, അത് രാജുവേട്ടന്റെ കാലിൽ കൂടെ ഒക്കെ പോകുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അഭിനയം ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ സിനിമകളൊക്കെ നിറയെ കാണുകയും പൊതുവെ അപ്പം അഭിനേതാക്കളെയും ഒക്കെ ശ്രദ്ധിക്കല്ലോ. അങ്ങനെ ശ്രദ്ധിച്ച സിനിമകളോ അഭിനേതാക്കളോ ഒക്കെ ആരൊക്കെയാണ്? അത് ഒരു ശരിക്കും പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ കഥാപാത്രങ്ങളോ അഭിനേതാവ് എന്നുള്ള രീതിയിൽ ഞാൻ പറയില്ല. ഞാനൊരു ഇത് പറയുകയാണെങ്കിൽ ഒരു സിനിഫൈലിനോട് ഇഷ്ടപ്പെട്ട സിനിമയാണെന്ന് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരു ഉത്തരം ഉണ്ടാവില്ല. അത് നമ്മുടെ മൂഡ് പോലെ ഇരിക്കും, നമ്മൾ കാണുന്ന സന്ദർഭം പോലെ ഇരിക്കും. എന്നെ സംബന്ധിച്ചിട്ട് ഒരു നടൻ ഒരു കഥാപാത്രത്തെ ഏറ്റവും മാക്സിമം രീതി ഏറ്റവും നന്നായിട്ട് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ഹീസ് എ ഗ്രേറ്റ് ആക്ടർ ഓർ ഹീസ് എ ഗ്രേറ്റ് ആക്ട്രസ്. അതാണ്, അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ എന്നെ ഒരുപാട് ഒരു കഥാപാത്രത്തെ അത്ര ട്രൂത്ത്ഫുള്ളായിട്ട് ഡെലിവർ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം ഒരു നല്ല നടനാണെന്നാണ്, അല്ലെങ്കിൽ നല്ല നടിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ അത് നമുക്കെങ്ങനെ പറയാൻ പറ്റുക? എത്ര ഈ ലോകത്തിൽ എത്രത്തോളം സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. 100 വർഷത്തെ സിനിമ ലൂമിയർ ബ്രദേഴ്സിന് ശേഷം എത്ര സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്, അതിലെത്ര കഥാപാത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എത്ര സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. അതിലൊക്കെ പറയാൻ ഒരു വലിയൊരു ആർക്കൈവ് തന്നെ ഉണ്ട് ലോക സിനിമയുടെ. അതിലെങ്ങനെയാണ് ഇത്ര ഒരു കയ്യിലെണ്ണാവുന്ന ആളുകൾ എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ടെന്ന് പറയാം. എല്ലാവരും എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് ഓരോ രീതിയിൽ. ഇതിന് ഓഡിയേഷന് പോയപ്പോഴുള്ളൊരു, ഇപ്പോൾ ആടുജീവിതത്തിൻ്റെ ഓഡിയേഷന് പോയല്ലോ, അപ്പോഴുണ്ടായിരുന്നൊരു എക്സ്പീരിയൻസ്, ഞാൻ അല്ലെങ്കിൽ ഓഡിയേഷൻ കഴിഞ്ഞപ്പോൾ ഞാൻ സെലക്ട് ചെയ്യപ്പെടും എന്ന് തോന്നിയിരുന്നു? ഓഡിഷൻ കഴിഞ്ഞ സമയത്ത് ആക്ച്വലി ആ സമയത്ത് ഞാൻ ബ്ലസ്സിസാറുടെ മുഖത്ത് കൈ ചൂണ്ടിയിട്ട് ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ ആ ഒരു ജയിൽ പുള്ളി, അതായത് സ്വന്തം അമ്മയെ കൊന്ന കുറ്റത്തിന് ജയിലിൽ കിടക്കുന്ന ജയിൽ പുള്ളിയായിട്ടാണ് ഞാൻ അതിൽ ഓഡീഷൻ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞപ്പോൾ ചെയ്തത്. അന്ന് ജസ്റ്റ് 5 മിനിറ്റ് ആലോചിച്ചപ്പോൾ കയ്യിൽ നിന്ന് എന്തോ, ഇപ്പൊ നമ്മള് തിയേറ്ററിലൊക്കെ ചെയ്യല്ലോ, എന്തെങ്കിലും ചെയ്യാന്നൊക്കെ പറയുമ്പോൾ എന്തോ മനസ്സിൽ ആലോചിച്ചിട്ട് ഒരു കാര്യം ചെയ്യല്ലോ. അവസാനം ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ബ്ലസ്സിസാറിന്റെ മുഖത്ത് നോക്കിയിട്ട് നീയാണത് കാരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് കണ്ടപ്പോ ബ്ലസ്സിസാർ ഒന്ന് കണ്ണൊക്കെ ഒന്ന് വിടർത്തിയിട്ട് ഒരു തോട്ടം നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ചിലപ്പോ പാളി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്നോട് ചോദിച്ചു എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നിട്ട് ആ സിനിമയിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സീൻ എന്നെ അഭിനയിപ്പിക്കാൻ കാണിച്ചു, ഇത് അഭിനയിക്കാൻ വേണ്ടി പറഞ്ഞു. ഏതാ സീൻ എന്നുള്ളത് ഞാൻ പറയുന്നില്ല, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഹക്കീമിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സീൻ അത് ചെയ്ത് കഴിഞ്ഞിട്ട് സാറ് പറഞ്ഞു വിളിക്കാമെന്ന് പറഞ്ഞിട്ടുള്ളൂ, വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ
എന്നാൽ വിളിക്കാൻ നമ്പർ ഇവിടെ കൊടുത്താൽ ഓക്കെ വിളിക്കാമെന്ന് പറഞ്ഞു. ഞാൻ 2 ആഴ്ചത്തേക്ക് ഇപ്പറാണ് വിളിച്ചത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ക്വസ്റ്റ്യൻസ് പിന്നെയും നോക്കിയിട്ട് ഉത്തരം ശരിയാണെന്ന് നോക്കുന്ന ഒരാളല്ല. കഴിഞ്ഞു നമുക്ക് അപ്പം ചെയ്യാവുന്നതിനെ മാക്സിമം ചെയ്യുക. അത് കഴിഞ്ഞാൽ പിന്നെ അതിനെപ്പറ്റി ആലോചിച്ചിട്ട് നമ്മൾ ടെൻഷൻ അടിക്കുകയോ ഒക്കെ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. നമ്മളൊരു കാര്യം ചെയ്ത് കഴിഞ്ഞു, ഇനി അതിനെപ്പറ്റി നോക്കിയിട്ടും ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതുപോലെ ചിന്തിച്ചു ഞാൻ. ബാക്കി ആ സമയത്ത് നാടകങ്ങൾ കലാജാഥ എന്ന് പറഞ്ഞൊരു സംഭവത്തിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു യൂണിവേഴ്സിറ്റി യൂണിയനിലൊക്കെ. അപ്പോൾ അതിൻ്റെ പരമായ വർക്കിലും സ്കിറ്റുകളും പരമായിട്ട് ഓരോ കോളേജുകളിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വടകരയിലൊരു കോളേജിൽ ഇതുപോലെ സ്കിറ്റ് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ട് തിരിച്ച് ഞങ്ങൾ ബസ്സിൽ ഇങ്ങനെ ടീമായിട്ട് അങ്ങനെ പോകുന്നത്. അപ്പോൾ അവിടെ കയറി ഇരിക്കുമ്പോഴാണ് എനിക്ക് കോൾ വന്നത്. ഈ കലാജാഥനെ പറ്റി പറഞ്ഞപ്പോഴാണ് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? അത് കലാജാഥ എന്ന് പറയുന്ന ഒരു നമ്മളെ സോങ് ഓഫ് റെസിസ്റ്റൻസ് എന്നൊക്കെ പറയും. അതാണ് അതിന്റെ കലാജാഥയ്ക്ക് നമ്മളിട്ട പേര് ശാന്തേട്ടനിട്ട പേര്. ശാന്തേട്ടൻ്റെതായിട്ടുള്ള കുറെ വട്ടപൂജ്യം രാജാവ് ഇങ്ങനെ അന്നുള്ള കുറെ കാര്യങ്ങളെ വിമർശിക്കുക, അങ്ങനെ കുറെ കാര്യങ്ങൾ സമകാലികമായിട്ടുള്ള കാര്യങ്ങളെ വിമർശിക്കുക. ഇപ്പൊ മുരുകൻ കാട്ടാക്കടയുടെ പക എന്നുള്ളൊരു കവിതയൊക്കെ നമ്മൾ ഡാൻസ് രൂപത്തിലൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള കുറെ എന്താ പറയുക സാമൂഹികമായിട്ടുള്ള വിഷയങ്ങളിലും സാംസ്കാരികമായിട്ടുള്ള വിഷയങ്ങളിലൊക്കെ ആളുടെ ഒരു വിമർശനം അല്ലെങ്കിൽ ആളുടെ ഒരു അഭിപ്രായം, ഒരു വ്യക്തിയുടെ ഒരു അഭിപ്രായം എന്നുള്ള രീതിയിലാണ് ശാന്തേട്ടൻ ആ ഒരു കലാജാഥ ചെയ്തത്. അതിനെ നമ്മളെ ടൂളുകളാക്കുക. അപ്പോൾ അതങ്ങനെ ചെയ്യുന്നതിൽ കൂടെ നമ്മളും ആ രീതിയിൽ വളരുകയാണല്ലോ ചെയ്യുന്നത്. ആ ഒരു കാര്യങ്ങളെ പറ്റി അവയർനെസ് നമുക്കും കിട്ടുകയാണല്ലോ ചെയ്യുന്നത്, ഓരോ കാര്യങ്ങളെ പറ്റിയിട്ട്. അതായിരുന്നു കലാജാഥ എന്നുള്ളൊരു കാര്യത്തിന് കിട്ടി. പിന്നെ കുറേ കോളേജുകളിൽ പോയപ്പോഴും കോളേജുകളിലൊക്കെ നമ്മൾ അവതരിപ്പിക്കുകയാണല്ലോ ഓരോ കാര്യങ്ങളൊക്കെ. അപ്പോൾ അവിടെ നിന്നൊക്കെ കിട്ടുന്ന നമുക്ക് ഫീഡ്ബാക്സ്, നാടകത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ അഭിനയിക്കുന്ന കാര്യം അപ്പം തന്നെ ഓഡിയൻസ് നമുക്ക് തിരിച്ചു തരും. അതായത് നമ്മളൊരു കോമഡി ചെയ്യുകയാണെങ്കിൽ അപ്പം തന്നെ ആളുകൾ ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഒരു സീരിയസ് ആയിട്ട് കരയുന്ന ഒരു ഇതിലൊക്കെയാണെങ്കിൽ ആളുകൾ ഇങ്ങനെ നിൽക്കുന്നത് നമുക്ക് അപ്പം തന്നെ കാണാൻ പറ്റും. അതാണ് ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസി ഓഡിയൻസും ആക്ടേഴ്സും തമ്മിൽ അവിടെ നടക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസുകളൊക്കെയാണ് ആ ഒരു കലാജാഥ എന്ന് പറഞ്ഞിട്ട് കിട്ടി. പിന്നെ കുറേ നല്ല സുഹൃത്തുക്കളെയും കിട്ടി. ഈ പറഞ്ഞല്ലോ സാമൂഹിക വിഷയങ്ങളും സമകാലിക വിഷയങ്ങളും ഒക്കെ കൈകാര്യം ചെയ്യുന്നൊരു ഇതായതുകൊണ്ട് തന്നെ അത് എത്രത്തോളം ഗോകുൽ എന്ന വ്യക്തിനെ സ്വാധീനിച്ചിട്ടുണ്ട്? അത് ഞാനിപ്പോ ലോകത്തെ നോക്കിക്കാണുന്ന രീതിയിൽ ഇപ്പൊ എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്നെ കണ്ട ഓരോ വ്യക്തികളും, ഞാൻ ഇന്നേ വരെ കണ്ട ഓരോ വ്യക്തികളും എന്നെ സ്വാധീനിച്ചിട്ടുണ്ട് എല്ലാ രീതിയിലും. അപ്പോൾ അവരുടെ ഇപ്പോൾ ചേച്ചി ഇപ്പോൾ ഇരിക്കുന്ന രീതി വരെ എന്നെ ചിലപ്പോൾ ഇനി ഭാവിയിൽ സ്വാധീനിക്കാം, അല്ലെങ്കിൽ ചേച്ചി ചിരിക്കുന്ന ചിരി വരെ എന്നെ ഭാവിയിൽ സ്വാധീനിക്കാം. ഇപ്പോൾ എന്നെ ലോകത്ത് നോക്കിക്കാണുന്ന രീതിയിൽ എന്നുള്ള രീതിയിൽ എല്ലാവരും സ്നേഹിക്കുക എന്നുള്ള രീതിയിൽ ഇപ്പോൾ കലാകാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാന്തേട്ടൻ എപ്പോഴും പറയാറുണ്ട്, കലാകാരൻ എന്ന് പറഞ്ഞാൽ കലയെ സ്നേഹിക്കുന്നവൻ മാത്രമല്ല മനുഷ്യന്മാരെ സ്നേഹിക്കുന്നവൻ കൂടിയാണെന്നാണ്, മനുഷ്യസ്നേഹി കൂടിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ തന്നെ ലോകത്തെ വേറെ രീതിയിൽ നോക്കിക്കാണാൻ വേണ്ടിയിട്ട് ഈ കലാകാരന്മാരുടെ കൂടെ നിൽക്കുമ്പോഴും അത് ഓപ്പണായിട്ട് ജഡ്ജ്മെൻറ്റിലല്ലാതെ, ഒരു കാര്യത്തിൽ ജഡ്ജ്മെൻറ്റിലല്ലാത്ത രീതിയിൽ ഒരു മുൻവിധികളില്ലാതെ നോക്കിക്കാണാൻ എന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ സഹായിച്ചിട്ടുണ്ട്. തിയേറ്റർ എക്സ്പീരിയൻസ് എത്രത്തോളം ഈ ഒരു സിനിമയിലേക്ക് എത്തുമ്പം സഹായിച്ചു? ഇപ്പോൾ തിയേറ്ററിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ നമ്മുടെ ഉള്ളിൽ ഉളുപ്പും മാനവും പൊട്ടിക്കുക എന്ന് പറയാം. അത് എല്ലാം ആദ്യം പൊട്ടിക്കുകയാണല്ലോ ചെയ്യുക. അതായത് ഞാൻ നഗ്നനായ തമ്പുരാൻ ചെയ്ത സമയത്ത് ഞാൻ ആ സീന് നഗ്നനായിട്ടാണ് നാടകത്തിൽ മൊത്തം അഭിനയിച്ചു. നഗ്നൻ എന്ന് പറഞ്ഞാൽ ചെറിയൊരു കോണകം മാത്രം എടുത്തിട്ട്, അത് ബെയർ ആസ് ഒക്കെ ആയിരുന്നു മൊത്തം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ചെയ്തത് എന്താ വെച്ചാൽ പ്രിയേട്ടൻ അതിൻ്റെ ഡയറക്ടർ, നമ്മളെ ഇതിൽ പെൺകുട്ടികളും ഉണ്ട്. ഞങ്ങൾ ആദ്യം ഒരു 10 ദിവസത്തോളം ഞങ്ങൾ ആ ഒരു നാടക ക്യാമ്പിൽ ഞങ്ങളെ ഒരു കണക്ഷൻ അദ്ദേഹം ഉണ്ടാക്കി. ഓരോ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഒരു ബോണ്ടിങ് ഉണ്ടാക്കി ആദ്യം. പിന്നീട് 11ാമത്തെ ദിവസം എന്നോട് ഞങ്ങൾ തമ്പുരാൻ തീരുമാനിച്ചു, എന്നെ തമ്പുരാനായിട്ട് തീരുമാനിച്ചു. എന്നോട് എണീച്ച് തീർക്കാൻ പറഞ്ഞു. എണീച്ച് നിന്നിട്ട് ഷർട്ട് അഴിക്കാൻ പറഞ്ഞു, ഷർട്ട് അഴിച്ചു. പാൻറ് അഴിക്കാൻ പറഞ്ഞു, പാൻറ് അഴിച്ചു. ഞാൻ എൻ്റെ ബ്രീഫ്സ് അഴിക്കാൻ പറഞ്ഞു. അഴിക്കാൻ വേണ്ടി ഞാൻ പോയ സമയത്ത് മതി. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഇവനെ നിങ്ങൾ ഇങ്ങനെയായിരിക്കും കാണുക, ഈ ഒരു രൂപത്തിലായിരിക്കും നിങ്ങൾ കാണുക. ഇന്നിപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ളൊരു വേണ്ടാത്ത രീതിയിലുള്ള ഒരു തോന്നലുകളും നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. കാരണം നമ്മൾ തമ്മിലുള്ള അങ്ങനത്തെ ഒരു ബോണ്ടിങ് ആണിപ്പോൾ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഉളുപ്പും മാനവും അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ, നമുക്കൊരു ഉള്ളിൽ തന്നെ ഇൻസെക്യൂരിറ്റീസൊക്കെ പൊട്ടിച്ച് കളയാൻ വേണ്ടിയിട്ട് തിയേറ്റർ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് ഇപ്പോൾ നമുക്ക് എന്തും ചെയ്യാനുള്ള, ഇപ്പോൾ ഞാനൊരു കാര്യത്തിൽ കണ്ട വിൽ സ്മിത്ത് ഇല്ലേ, ഹോളിവുഡ് ആക്ടർ വിൽ സ്മിത്ത് ഒരു പത്രസമ്മേളനത്തിൻ്റെ ഇടയിൽ യൂഷ്വലി സംസാരിച്ചിട്ടുണ്ട്, ഒരു നടനാകുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ പൊട്ടിച്ചെറിയേണ്ടതുണ്ടാവും എന്ന് പറഞ്ഞിട്ട് ആൾ സ്ക്രീം ചെയ്യുക, പെട്ടെന്ന് സ്ക്രീം ചെയ്യും. അതുപോലെയുള്ള കുറേ കാര്യങ്ങളാണ് എനിക്ക് തോന്നുന്നത് തിയേറ്റർ
ഉണ്ടാകുമ്പോൾ ചെയ്ത സമയത്ത് എനിക്ക് കിട്ടിയത്. ഈ ശബ്ദം, ഹക്കീമിൻ്റെ ശബ്ദം കൊടുക്കുമ്പോൾ ഉണ്ടായിരുന്നൊരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? ചില സ്ഥലത്തൊക്കെ കുറേ ബുദ്ധിമുട്ടി ചെയ്യേണ്ട സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ, ആ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? ഈ ഒരു സമയത്ത് സിംഗ് സൗണ്ടിൻ്റെ സമയത്ത് തന്നെ നമ്മൾ ഏറ്റവും അലറി വിളിച്ച് അങ്ങനെയൊക്കെ ചെയ്തിട്ട് സ്വന്തം ശബ്ദം ഒന്ന് ത്രോട്ടിനെ ടോർച്ചർ ചെയ്തിട്ടാണ് ആ ഡബിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ അപ്പോഴും ഒരു ആശങ്ക ഉണ്ടായിരുന്നു. കാരണം 3 വർഷങ്ങൾക്ക് ഇപ്പുറം ഒരു മരുഭൂമിയിൽ ഒരാൾ ജീവിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുക എന്നുള്ളത് ആർക്കും അറിയില്ലല്ലോ. ആളുടെ ശബ്ദം എങ്ങനെയാണ് മാറുകയെന്ന് പോലും ആർക്കും അറിയില്ല. അപ്പം അങ്ങനത്തെ കുറേ ആശങ്കകൾ ഉണ്ടായിരുന്നു ചെയ്യുന്ന സമയത്ത്. നമ്മളൊരു മീറ്റർ പിടിച്ചു, ഞാൻ ബ്ലസ്സി സാറും കൂടി എക്സ്പെരിമെൻ്റ് ചെയ്ത മീറ്ററാണത്. അല്ലാതെ നമുക്കും അറിയില്ലല്ലോ, ബ്ലസ്സി സാർക്കും അറിയില്ല. അപ്പോൾ നമ്മൾ എക്സ്പെരിമെൻ്റ് ചെയ്തു ആ ഒരു മീറ്റർ പിടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതേപോലെ പാച്ചിൻ്റെ സമയത്ത്, പാച്ച് ഡബ് ചെയ്യാൻ പോയ സമയത്ത്, ചെന്നൈയിൽ പോയ സമയത്ത് ബാക്കി കുറച്ച് കാറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ചില ഡയലോഗുകൾ മിസ് ഔട്ടായി പോയിട്ടുണ്ട്. അത് പാച്ച് ഡബ് ചെയ്യാൻ പോയ സമയത്തും ഞാനിങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ഭയങ്കര എനർജിയിലായിരുന്നു. അന്ന് ഡബ് ചെയ്യാൻ പോയപ്പോൾ ബ്ലസ്സി സാർ പറഞ്ഞു, ഇതിങ്ങനെയല്ലല്ലോ, ഇത് മീറ്റർ വേറെ അല്ലേ, നമ്മളന്ന് പിടിച്ച മീറ്റർ എങ്ങനെയല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഭക്ഷണം കഴിക്കാതിരുന്നു. ഒരു ദിവസം മൊത്തം ഉച്ചയ്ക്കും രാത്രിയും, അന്ന് ഉച്ച മുതൽ പിറ്റേ ദിവസം രാത്രി വരെ ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെയൊക്കെ നിന്നു. അപ്പോൾ ആ ഒരു ദാഹവും ആ വിശപ്പും കൊണ്ടാണ് ഞാൻ ആ പാച്ച് മൊത്തം ഡബ് ചെയ്ത് തീർത്തത്. എനിക്ക് തോന്നുന്നു അപ്പോൾ അലറി വിളിക്കുക, തൊണ്ടയ്ക്ക് കുറച്ച് കട്ടി ഒരു കരകരപ്പ് കിട്ടാൻ വേണ്ടി സിഗരറ്റ് വലിച്ചിട്ട് പുക ഉള്ളിൽ പിടിച്ചു വെക്കുക എന്നൊക്കെയുള്ള കുറേ പ്രോസസ്സുകൾ ആ സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എന്താ പറയുക ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട്. ഒരു സൗണ്ട് മോഡുലേഷൻ എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത് നമുക്കും അറിയില്ലല്ലോ. ഒരു എക്സ്പെരിമെന്റ് ചെയ്തു, അത് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളതിൽ ഭയങ്കര സന്തോഷമുണ്ട്. നടനല്ലായിരുന്നെങ്കിൽ എന്താവാനായിരുന്നു ഗോകുൽ ആഗ്രഹിച്ചത്, അല്ലെങ്കിൽ അതിനെപ്പറ്റി ആലോചിച്ചിട്ടുണ്ടോ? നടനല്ലെങ്കിൽ ഞാൻ മോസ്റ്റ് പ്രോബബ്ലി ഒരു IT പ്രൊഫഷണൽ എങ്ങാനാവും. കാരണം ഞാൻ +2 പഠിച്ച കമ്പ്യൂട്ടർ സയൻസ് ഒക്കെയാണ്. കമ്പ്യൂട്ടർ സയൻസ് ആ ഒരു മേഖലകളിൽ ഞാൻ ബാംഗ്ലൂർ പോയിട്ട് പഠിച്ചതും നെറ്റ്വർക്കിംഗ് കോഴ്സുകളൊക്കെയാണ്. ആ ഒരു രീതിയിൽ ഒരു ടെക്നോളജിക്കലായിട്ടുള്ള കാര്യങ്ങൾ എന്നെ എപ്പോഴും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു വീക്ഷിക്കുന്ന ഒരാളാണ്. ടെക്നോളജി പരമായിട്ടുള്ള അഡ്വാൻസുകളും കാര്യങ്ങളൊക്കെ, ഇപ്പോൾ പുതിയ ടെക്നോളജികൾ വരുന്നു, ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കടന്നുവരവൊക്കെ ഒരു ഭയങ്കര ഒരു ക്യൂരിയസ് ആയിട്ട് വീക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ടെക്നോളജികളുടെ കാര്യം. മിക്കവാറും ഞാൻ ആ ഒരു മേഖലകളിലായിരിക്കും ചിലപ്പോൾ നടനല്ലെങ്കിൽ പോവാന്നുള്ളത്. രണ്ടും തമ്മിലുള്ളൊരു എന്താ പറയുക ഭയങ്കരമാണ്, എങ്കിലും അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. പുതിയ അവസരങ്ങളൊക്കെ വന്നു തുടങ്ങിയോ? പുതിയ അവസരങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അത് നല്ല ഹക്കീമിനെ പോലെ തന്നെയുള്ള നല്ല കാമ്പും ആഴമുള്ള കഥാപാത്രങ്ങൾ ഇനിയും എനിക്ക് വന്ന് ചേരട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് എൻ്റെ ആദ്യ സിനിമ പോലെ തന്നെ എല്ലാ സിനിമയും ഞാൻ വർക്ക് ചെയ്യാനുള്ളൊരു മനസ്സ് എനിക്ക് എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഉണ്ടാവുകയും ചെയ്യും. ഈ ആദ്യ സിനിമയിലെ കഥാപാത്രം തന്നെ ശ്രദ്ധിക്കപ്പെട്ടതുകൊണ്ട് സിനിമകൾ ഇനിയിപ്പം വരുന്ന സിനിമകൾ തിരഞ്ഞെടുക്കുമ്പോൾ അതിന് ഒരു പ്രത്യേകം എന്താ പറയുക ശ്രദ്ധിക്കുന്നുണ്ടോ? അത് തിരഞ്ഞെടുക്കാൻ ഒരു ശ്രദ്ധ ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി എന്നല്ലേ. അപ്പോൾ എനിക്ക് തോന്നുന്നത് കൂടുതൽ ശ്രദ്ധിക്കണമല്ലോ. കാരണം നമ്മൾ ആളുകളുടെ മനസ്സിലേക്ക് എത്രയേറെ ആഴ്ന്നിറങ്ങിയ ഒരു കഥാപാത്രമാണ് ഹക്കീം എന്നുള്ളത്. അപ്പോൾ ആളുകൾ ചിലപ്പോൾ എൻ്റെ നിന്ന് ഇനിയും എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവും. പക്ഷെ എക്സ്പെക്ട് ചെയ്യുന്നത് നോക്കിയിട്ട് നമുക്ക് അഭിനയിക്കാനും പറ്റില്ല. നമ്മൾ ഓരോ കഥാപാത്രം ഓരോ രീതിയിലാണ്. അപ്പോൾ എനിക്ക് എൻ്റെ പേഴ്സണലി എനിക്ക് ആപ്റ്റാണെന്ന് തോന്നുന്ന കഥാപാത്രങ്ങൾ, എനിക്ക് ചെയ്യാനുണ്ടെന്ന് തോന്നുന്ന കഥാപാത്രങ്ങൾ ചെയ്യാന്നുള്ളതാണല്ലോ ഞാൻ ചെയ്യുന്നത്. അതായത് എന്നെക്കൊണ്ട് എന്തൊക്കെയോ ചെയ്യാനുണ്ട് ആ സിനിമയിൽ എന്നിങ്ങനെ തോന്നുന്ന കഥാപാത്രങ്ങൾ കൂടുതൽ ചെയ്യുക എന്നുള്ള ഒരു ഇങ്ങനെയാണ് നിൽക്കുന്നത്. നല്ല സിനിമകൾ ചെയ്യുക, നമ്മൾ ആളുകളുടെ മനസ്സിൽ ഇറങ്ങി ചെല്ലുന്ന രീതിയിലുള്ള നല്ല സിനിമകൾ ചെയ്യുക, അതാണ് എൻ്റെ ആഗ്രഹം. കവിത ചൊല്ലുമോ? കവിത ഒരു മൗനം എന്ന് പറഞ്ഞൊരു കവിത ഉണ്ട്, ശ്രമിക്കാം. ചിലപ്പോ വെള്ളിയൊക്കെ വിട്ടു. ശ്രമിക്കുവോ? സാരില്ല. മൊഴികളിൽ പറയാതെ മിഴികളിൽ നിറയുന്ന മധുരമാം നിന്നേത്ത മൗനം, മൊഴികളിൽ പറയാതെ മിഴികളിൽ നിറയുന്ന മധുരമാം നിന്നേത്ത മൗനം, പകുതിയിൽ നിന്നൊരാ പാട്ടിൻ്റെ ഒടുവിൽ നീ എഴുതിയതിന്നേതു മൗനം, കടലാസു തുണ്ടിൽ നീ പകരുന്ന പ്രണയത്തിൻ
വരികൾ തന്നിടയിലും മൗനം. ആദ്യമായി ഞാൻ എൻ്റെ പ്രണയം പറഞ്ഞപ്പോൾ പകരമായി നീ തന്നു മൗനം. അന്നു നാം പിരിയവേ കണ്ടു ഞാൻ നിൻ കണ്ണിൽ ഒരു തുള്ളി കണ്ണുനീർ മൗനം. ഒരു തുള്ളി കണ്ണുനീർ മൗനം. ആർക്കുള്ള കവിതയാണ്? ഇത് കേട്ടപ്പോ ഭയങ്കര എന്താ പറയുക, ഒരു ടച്ചിങ് ആയിട്ട് എന്നാലും ഇത് ആർക്കുള്ള ഒരു കവിതയാണ്. തോന്നിയ